السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم أنزل علينا رحمتك وانشر علينا حكمتك يا ذا الجلال والإكرام. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله مولانا العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു നമ്മളോട് പൊരുത്തപ്പെടട്ടെ. ആമീൻ. പരിശുദ്ധമായ യാസീൻ സൂറത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിദായത്ത് ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പടച്ച തമ്പുരാനാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. ഹിദായത്ത് വേണം എന്നുദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു അത് കൊടുക്കുക. പക്ഷേ സവാഉൻ അലൈഹിം അഅൻദർതഹും, നമ്മൾ 8-ാമത്തെയും 9-ാമത്തെയും ആയത്ത് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അഗ്ലാലൻ, ചില ചങ്ങലകൾ. ഇത് മെറ്റഫറാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ഹഖീഖത്തായിട്ട് നടന്നതും റിയലായിട്ട് നടന്നൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. കഴുത്തുകളിൽ അല്ലാഹു ചങ്ങലക്കെട്ടുകൾ വെച്ചിരിക്കുകയാണ്. ഫഹിയ ഇലൽ അദ്ഖാൻ, അത് താടിയെല്ല് വരെ ഉണ്ടായിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, അവരെങ്ങനെ തല ഉയർത്തി നിൽക്കാൻ, തല താഴ്ത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ സത്യം കാണാത്ത അവസ്ഥയിലാണ് ചില ആളുകൾ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവിശ്വാസികളിൽ അധിക പേരും അങ്ങനെയാണ്. സത്യം കണ്ണുകൊണ്ട് നോക്കാൻ അവർക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കാണുന്ന വേണ്ട. മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവും, എന്താ ചെയ്യാ? തല ഉയർത്തി നടക്കുന്ന പോലെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കാൻ അന്ന് അബൂജഹൽ, അംർ ഇബ്നു ഹിഷാം, അബൂജഹൽ അന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അബൂജഹൽ പറഞ്ഞു, ഹലഫ്തു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അയാൾ പറയാൻ, ലഇൻ റഅയ്തു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലഉറദ്ദിഖന്ന റഅസഹു ബിഹജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ ഒരു കല്ലെടുത്തിട്ട് നബിയുടെ തല ഞാൻ കുത്തി പൊട്ടിക്കും. അതങ്ങ് സത്യം ചെയ്ത് പറഞ്ഞു. അറബികൾക്കൊക്കെ ഹലഫ് ചെയ്താൽ വലിയ പ്രയാസമാണ്. പിന്നെ അതിന് കഫാറത്ത് കൊടുക്കണം. നമ്മൾ ചായ കുടിക്കുക, നിസ്സാരം ചായ കുടിക്കുകയാണെങ്കിലും പൈസ ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ ഒരു ഹലഫ്, സത്യം ചെയ്തു ഇനി കൊടുക്കാൻ പറ്റും, ഞാൻ തന്നെ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുത്താൽ പിന്നെ ആകെ പ്രശ്നമാകും. പിന്നെ സത്യത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഒരു സത്യം ചെയ്തേക്കും. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും. അങ്ങനെ ഈ വല്ലാഹി എന്നൊക്കെ അറബി അല്ലാത്തവർ പറഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അറബികൾക്ക് ഭാഷാപരമായി ഓട്ടോമാറ്റിക് വന്നു പോവും. അതിന് കുഴപ്പമില്ല, അറിയാതെ പറഞ്ഞു പോയാൽ. അല്ല, നമ്മളൊക്കെ വല്ലാഹി എന്ന് പറഞ്ഞാണ്ടല്ലോ കുടുങ്ങിപ്പോവും. അതിന് പ്രായശ്ചിത്തം ചെയ്യണം, പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ലാ യുആഖിദുകുമുല്ലാഹ് ബില്ലഗ്വി ഫീ അയ്മാനിക്കും. നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നതിൽ പിഴച്ചു പോകുമ്പോൾ വല്ലാഹി വല്ലാഹി എന്നൊക്കെ ഇവരിങ്ങനെ പറയും. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കുട്ടികളൊക്കെ എത്രയാ പറയാ, നമ്മുടെ അറബി പിള്ളേരൊക്കെ പടച്ച റബ്ബേ വറബ്ബിൽ കഅബ. ഞാൻ എന്തോ വലിയ കാര്യം പറയാൻ പോണത്, സാൻഡ്വിച്ച് ശരിയായിട്ടുണ്ടെന്നോ ഇല്ല എന്നൊക്കെ പറയാൻ പോണതേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയും വലിയ ഇവര് ഹലഫ് ചെയ്തു. അബൂജഹൽ സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യും. പറഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ ഫലമ്മാ റആഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കഅബത്തിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ, അത് മക്കയിൽ ഫർള് നിസ്കാരം സ്വഹാബത്തിനില്ല. ഫർള് നിസ്കാരം സ്വഹാബത്തിന് മക്കാ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ അവസാനത്തിലാണ് മിഅ്റാജ് ഉണ്ടാകുന്നത്. നിസ്കാരം ഫർളാകുന്നത് മക്കാ ജീവിതത്തിന്റെ അവസാനത്തിലാണ്. മദീനയിലേക്ക് എത്തിയപ്പോഴാണ് അത് വ്യവസ്ഥാപിതമായി അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരമുണ്ട്. സ്വഹാബികളിൽ നിസ്കരിച്ചിരുന്ന ആളുകളുണ്ട്. ഫർളല്ല. നബി തങ്ങൾക്ക് ഫർളാണ്, തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നിസ്കരിക്കുകയാണ്, കഅബത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുകയാണ്. അള്ളാഹു കഅബ കാണാനും ഒരുപാട് ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ഹജ്ജിനൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞു, പുറപ്പെടാനിരിക്കുന്നു. അവരുടെയൊക്കെ യാത്രകളൊക്കെ അള്ളാഹു സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അവരുടെ ഇബാദത്തൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അവിടെയൊക്കെ പോകുന്നവർക്ക് ദ്വാരക്കും നമ്മളൊക്കെ ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് ഓർത്ത് ദ്വായിലൊക്കെ ഒന്ന് ഉൾപ്പെടാൻ അള്ളാഹു അവർക്ക് തോന്നിപ്പിക്കട്ടെ. അവിടെ ദ്വായിലൊക്കെ ഒരു ഹല്ല് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരൂലേ? മതാഫിലൂടെ ഒക്കെ നടക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, തങ്ങൾ തവാഫ് ചെയ്ത സ്ഥലമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ എറിയാൻ വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് ഇവൻ പൊക്കിക്കൊണ്ടുവന്നു അബൂജഹല്. ആ കല്ല് എറിയാൻ വേണ്ടി, നബി തങ്ങളുടെ ദേഹത്തേക്ക് എറിയാൻ വേണ്ടി ഒന്ന് പൊക്കിയപ്പോൾ ആ കല്ല് പെരടിയിലേക്ക്, കഴുത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു നൃത്തം നിന്നു. കല്ല് കയ്യിലങ്ങ് ഒട്ടിപ്പിടിച്ചു. അങ്ങനെ സംഭവം നടന്നു. എറിയാൻ പറ്റണില്ല. തിരിഞ്ഞു നിൽക്കുമ്പോൾ കല്ല് ചാടുന്നുണ്ട്. നബി തങ്ങളുടെ മുഖത്തേക്ക് നിർത്തുമ്പോൾ ആ കല്ല് കയ്യിൽ നിന്ന് പോകുന്നില്ല. സ്റ്റക്കായിട്ട് നബി കയ്യിൽ, ആ കൈ കഴുത്തിലേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ. കൈകൾ കഴുത്തിൽ കൂട്ടിക്കെട്ടിയതുപോലെ ആയി എന്ന് പറഞ്ഞത്. അബൂജഹലിന്റെ ഈ ഒരു ആക്രമണം അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിക്കാതെ അള്ളാഹു കാക്കുകയാണ്. അബൂജഹൽ ചെന്നിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, ബിമാ റഅ, കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. പടച്ചോനെ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സത്യം ചെയ്ത് വലിയ ആളായി ചെന്ന് നോക്കിയതാ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മഖ്സൂമിയായ മറ്റൊരാളുണ്ട്. തന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളുണ്ട്. അബൂജഹൽ പിന്മാറിയപ്പോ വലീദ് ബിൻ മുഗീറ അയാൾ ചെന്നിട്ട് പറഞ്ഞു, അന ഉറദ്ദിഖു റഅസ, മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല പൊട്ടിച്ചെടുക്കാൻ എനിക്ക് കഴിയും, ഞാൻ ചെല്ലുകയാണ്. അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കല്ലെടുത്ത് തങ്ങൾ എറിയാൻ വേണ്ടി കൊണ്ടുവന്നു. ഫഅമല്ലാഹു ബസറ, കണ്ണിന്റെ കാഴ്ച അല്ലാഹു
എടുത്തു കളഞ്ഞു. അല്ലാഹു തആല അമ നൽകി, കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു. നബി തങ്ങൾ നിസ്കരിക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഫജഅല യസ്മഉ സൗതഹു വലാ യറാ, നബി നിസ്കരിക്കുന്നതും ചൊല്ലുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നബിയെ കാണുന്നില്ല. കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു, ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഒരാൾ, മഖ്സൂമിയായ മൂന്നാമത്തെ ഒരാൾ, അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം, ഇത് ഞാൻ ചെയ്യും, നബി തങ്ങളുടെ തല ഞാൻ എടുക്കും, ഞാൻ ചതയ്ക്കും എന്നാണ് ഈ വാക്കിനർത്ഥം. കല്ലെടുത്തിട്ടേ അയാളുടെ മനസ്സിലാ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. കല്ലെടുത്തു. ഖഹ്ഖറ എന്ന് പറഞ്ഞാൽ ബാക്ക് റിവേഴ്സിലേക്ക് നടക്കുന്നതിന് ഖഹ്ഖറ എന്ന് പറയാ. നമ്മൾ കാല് മുഖം മുമ്പോട്ടാക്കിയിട്ട് ബാക്കോട്ട് നടക്കുക, അതിനാണ് റജഅൽ ഖഹ്ഖറ. ആദ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ട് നടക്കുന്നു. ആദ തിരിച്ചു നടന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ റജഅൽ ഖഹ്ഖറ എന്ന് പറഞ്ഞാൽ ഖഹ്ഖറ എന്ന് പറയാൻ പറ്റുമോ വാക്ക്? എന്ന് പറഞ്ഞു നോക്കട്ടെ. കറകറ എന്നല്ല, ഖഹ്ഖറ. അപ്പോ അറബിയിലെ വാക്കുകൾ ഭയങ്കര രസമാണ്. അതിൻ്റെ അക്ഷരങ്ങളും ശബ്ദവും ഒക്കെ അതിൻ്റെ ആശയം ഇങ്ങനെ വിളിച്ചറിയിക്കുന്ന. പേടിച്ചിട്ട് ഇങ്ങനെ പിന്നോട്ട് നടന്നു. ഒരു സാധനം പേടിക്കുമ്പോഴാണ് പിന്നോട്ട് നടക്കുക. തിരിയാ ധൈര്യമല്ല, ഇതിനെ വിട്ടുപോകാനും വയ്യ. ആ നടത്തത്തിന് റജഅൽ ഖഹ്ഖറ. ആ ഒരു പിന്നോട്ടിയാൾ ആഞ്ഞ് നടക്കുന്നുണ്ട്. നടന്നു എന്ന് മാത്രമല്ല, പെരടി അടിച്ചിട്ട് ആള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ബോധമൊക്കെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, മാഷാനു ചങ്ങാതി എന്ത് പറ്റി? പറഞ്ഞു, റഅയ്തു റജുൽ, ആ ആളെ ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയാൻ, തങ്ങളെ ഞാൻ കണ്ടു. ഞാൻ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെയുണ്ട് കൂറ്റനായ ഒരു ഫഹ്ലുൻ യഖ്തിറു ബിദനബിഹി മാ റഅയ്തു ഫഹ്ലൻ ഖത്തു അഅലമ മിൻ ഹാല ബൈനി വബൈന. ഒരു വലിയ ശക്തനായ ഒരു ഒട്ടകം, അങ്ങനത്തെ ഒട്ടകം ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ അടുത്താൽ എന്നെ പിടിച്ചു തിന്നുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അങ്ങനത്തെ ഒരു കൂറ്റൻ ഒട്ടകം എന്നെ തുരത്തി ഓടിക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ അവരുടെ അടുത്ത് കണ്ടു. എനിക്ക് അടുക്കാൻ പറ്റിയില്ല, ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്ന് വീണതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ ആയത്തുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ റസൂലിന് ഇങ്ങനെ സംഭവിച്ചത്? അവരെൻ്റെ നബിയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഹബീബിനെ രക്ഷിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അതങ്ങനെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകമായൊരു തങ്ങളുടെ അഖ്ലാഖിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, അമാ തഅജബൂന യാ അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതമല്ലേ? കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വ അദാഹും. ഖുറൈശികളെ എന്നെ ചീത്ത പറയുന്നതോ, എന്നെ ആക്രമിക്കുന്ന, എന്നെ കളിയാക്കുന്നതോ, ഇതൊക്കെ അള്ളാഹു എനിക്ക് തട്ടാതെ അള്ളാഹു മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെ നബിയെ? യഷ്തിമൂന മുദമ്മമൻ വ അന മുഹമ്മദു. അവർ മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെ പറ്റിയായി പറയുന്നത്. ഞാൻ മുഹമ്മദ് ആണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേര് കളിയാക്കിയിട്ട് അവർ മുദമ്മം എന്ന് പറയാറുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ. മുദമ്മം എന്ന വാക്കിന്റെ അർത്ഥം ദമീം, നിസ്സാരമാക്കപ്പെട്ട ആളെന്നാണ്. അപ്പോ മുഹമ്മദൻ മുദമ്മമൻ ബൈന വദീനഹു ഖാലൈന. മുദമ്മം പറയുന്നു ഞങ്ങൾ കേൾക്കൂല, അവരുടെ ദീൻ ഞങ്ങൾ സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞവർ പാട്ട് പാടാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവര് എന്നല്ലല്ലോ പറയുന്നത്, അവര് മുദമ്മം എന്ന് പറഞ്ഞ ഏതോ ഒരാളല്ലേ. നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു അത് എനിക്ക് സംഭവിക്കാതെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് കാണുന്നില്ലേ? ഇത് നബി തങ്ങളുടെ വീക്ഷണമാണ്. അത് ഏറ്റവും വലിയ അത്ഭുതം. തങ്ങളെ പറ്റിയാണ് പറയുന്നത്. തങ്ങൾക്കറിയാം, സ്വഹാബത്തിനും അറിയാം. പക്ഷെ തങ്ങൾ പറയാം, അവര് മുദമ്മിമല്ലേ കളിയാക്കണത്. കാരണം മുദമ്മം എന്ന് വിളിച്ച് നബി തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അബൂജഹലിന്റെ ഭാര്യ ഉമ്മു ജമീൽ, അവര് ഒറ്റക്കണ്ണിയായിരുന്നു. ഒരു കണ്ണേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
അള്ളാഹിന്റെ റസൂലിനെ ആക്രമിക്കല, നബി തങ്ങളെ ചീത്ത പറയലും കളിയാക്കല ഹോബി തന്നെ. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളും മക്കത്തെ കഅബന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്ല് പിടിച്ചിട്ട് വരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പൊന്നാര നബിയെ മാറിക്കോളി, വരവ് ശരിയില്ല, നീക്കോളി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കാം സിദ്ദീഖ് എന്നവരെ, ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞു. അയിന സാഹിബുക്, നിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ഉണ്ടോന്നും ഇല്ല എന്നും പറഞ്ഞില്ല, എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. സമീഅ്തു അലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്നഹു ഹജാനി, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. പറഞ്ഞു, മാ ഹജാക്, എന്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറയില്ലല്ലോ. എന്താ തബ്ബത് യദാ അബി എന്ന് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ചൂടായത്. തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു. ഭാര്യ നരകത്ത് കടക്കും, മൂപ്പരും നരകത്തിലേക്കാണ്. ഭർത്താവിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞു. അബൂ ലഹബ് എന്ന നബിയുടെ പിതൃ സഹോദരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയണേ, ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു അള്ളാഹു അല്ലേ ചീത്ത പറഞ്ഞത്, എന്റെ കൂട്ടുകാരനല്ലല്ലോ, അള്ളാന്റെ കലാമല്ലേ ഖുർആൻ. അള്ളാഹു ചീത്ത പറഞ്ഞതാണല്ലോ, എന്റെ കൂട്ടുകാരനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ കുറ്റം പറഞ്ഞിട്ടില്ലേ, എന്റെ കൂട്ടുകാരനല്ല പറഞ്ഞത്. എന്നാലേ പറഞ്ഞു കൊടുത്തേക്കണം, അന സയ്യിദത്തു നിസാഇ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളുടെ നേതാവാണ് ഞാൻ, സയ്യിദത്തു നിസാഇ ഖുറൈശ്. പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ, ഞാൻ വലിയ ആളാണ് എന്ന്, എന്നെ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞേക്കണം. എന്താ കല്ലെടുത്തിട്ട് പോയി. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവളിപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ, എന്തേ ഇവിടെ സംഭവിച്ചത്? തങ്ങളെ മുമ്പിലിരുന്ന് കേൾക്കുകയാണ് ഇതൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. എൻ്റെ മുമ്പിൽ ഒരു നിര മലക്കുകൾ അവിടെ സൊഫായിട്ട് നിന്നു. ഫലം തറനി, അവൾക്ക് എന്നെ കാണാൻ പറ്റിയില്ല. അള്ളാഹു എന്നെ മറച്ചു പിടിച്ചു. അള്ളാഹു തആല മറച്ചു പിടിച്ചാൽ ഒരാൾക്കും കാണാനും കഴിയില്ല. അങ്ങനെ അവൾ എന്നെ കാണാതെ തിരിച്ചു പോയതാണ്. അള്ളാഹു മറവെച്ചു. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, കാണാൻ പറ്റില്ല. ആ നബിതങ്ങളെ ഫിസിക്കലി ടോർച്ചർ ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഘട്ടങ്ങളിൽ അത്ഭുതകരമായ അവസ്ഥകളിൽ തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ സംഭവങ്ങൾ ഇങ്ങനെ ഖുർആൻ അനാവരണം ചെയ്യാൻ തുടങ്ങി വരുന്ന എവിടെന്നാ, ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് റസൂലാണ്, പിന്നെ അങ്ങേക്ക് ഡ്യൂട്ടി ഉണ്ട് നബിയെ, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇങ്ങനെ ഗഫലത്തിൽ നടക്കുന്ന ഒരു ഖൗമുണ്ട്, ഒരു ബോധമില്ലാതെ നടക്കുന്ന, ഇങ്ങനെ ഒരു ഉറക്കത്തിൽ നടക്കുന്ന ഒരു സമൂഹത്തിന് നബിയെ നിങ്ങൾ താക്കീത് ചെയ്യണം കേട്ടോ. പക്ഷെ താക്കീത് ചെയ്യണം, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, നിങ്ങൾ പറഞ്ഞു കൊടുത്താലോ കേൾക്കുന്നെന്ന് വിശ്വസിക്കേണ്ട നബിയെ. കുറെ ആൾക്കാർ എന്നാലും ആ പടി തന്നെ തുടരുകയും ചെയ്യും നബിയെ. എന്താ കാര്യം എന്നറിയോ? അവരുടെ കഴുത്തുകളിൽ ചങ്ങല ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് പറയാം, എന്റെ ചങ്ങല വെക്കാൻ കാരണം എനിക്ക് സത്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അത് കാണിച്ചു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത്. എനിക്ക് സത്യം അറിയണം, വേണം എന്നറിഞ്ഞാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അള്ളാഹു സന്മാർഗ്ഗം എളുപ്പാക്കി തരും. പക്ഷെ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, നരകത്തിന്റെ വഴി അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. പക്ഷെ ചില ആളുകൾ എനിക്ക് കാണേ വേണ്ട, കേൾക്കേ വേണ്ട. എന്തേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചതോ ഞാൻ കേട്ടതോ അതല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാല. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആളുകൾ മടിക്കുന്നത് സ്വന്തം കുടുംബ പേരോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒക്കെ ആ പാരമ്പര്യത്തിന് എതിരായി പോകില്ലേ, എൻ്റെ മക്കൾ പിന്നെ ആരെ കല്യാണം കഴിക്കുക, ഞാൻ മുസ്ലിമായാൽ ജാതി മാറിപ്പോവില്ലേ, ഇങ്ങനെ പേടിച്ച് ഇസ്ലാം ആവാത്ത ആളുകൾ. ഇസ്ലാമിൽ തന്നെ ഹക്കിൽ തന്നെ കിടക്കുന്ന എത്രയോ ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അത് ഹക്ക് കാണണം, അറിയണം. അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെയും ഹിദായത്തിനെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ചോദിച്ചാൽ അള്ളാഹു കാണിച്ചു തരും. അതാണ് ഷിയാ വിഭാഗത്തെ സംബന്ധിച്ച് എത്രയോ ആലിമീങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ആ ഫിത്നല്ല, അതും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? യാ അല്ലാഹ്, ലോകത്ത് മുഴുവനുമുള്ള പ്രശ്നങ്ങൾ, അൺറസ്റ്റ്, പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ആ വഴിക്ക് എത്ര ആലിമീങ്ങൾ അവർക്ക് മറുപടി പറയുന്നത് കേൾക്കൂലല്ലോ. എത്ര ആലിമീങ്ങൾ നമ്മുടെ പരിസരത്തുള്ള അറബ് രാജ്യങ്ങളിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് ഹിജാസിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, മെഡിറ്ററേനിയന്റെ ഭാഗങ്ങളിലൊക്കെയുണ്ട്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ പൊന്നു ചങ്ങാതിമാരെ തിരുത്തിയേക്കിൻ. നിങ്ങൾ മണ്ടത്തരമാണ് വിശ്വസിക്കുന്നത് എന്ന് ഉലമാ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ കേൾക്കൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ കേൾക്കുള്ളൂ. ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഒരു കടുത്ത മനസ്സുള്ള ഒരു വിഭാഗമാണ്. റബ്ബ് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, ചില ആളുകൾക്ക് സത്യം വേണ്ട എന്നാ തീരുമാനം.
സത്യം ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അവർക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അവർ വിശ്വസിക്കുകയുമില്ല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. കഴുത്തുകളിൽ ചങ്ങല കൊടുത്ത് താടിയെല്ല് വരെ ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി തലയൊന്ന് താഴ്ത്താൻ പറ്റാത്ത വിധം ചങ്ങലകളിൽ അല്ലാഹു ബന്ധിച്ചതുപോലെ ഫഹും മുഖ്മഹൂൻ. അവർ തല ഉയർത്തിയിട്ടാണ് നടക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കാണും സത്യം. കാൽപാദം കടന്നു പോകേണ്ട സ്ഥലം വഴി കണ്ണുകൊണ്ട് നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. തല പൊക്കിയിട്ടാണ് നിൽക്കുന്നത് അഹങ്കാരം കൊണ്ട്. وجعلنا من بين أيديهم سدا ومن خلفهم سدا. അവരുടെ മുമ്പിലും പിറകിലും നാം മതിൽക്കെട്ട് വെച്ചിട്ടുണ്ട്. സദ് കാഴ്ച കാണാനുള്ള മതിൽക്കെട്ടല്ല, എന്താണ് ഖൽബിന്റെ ബസീറത്ത്, ഹൃദയത്തിനുള്ളിലെ ആ ഒരു കാഴ്ച നഷ്ടപ്പെട്ടാൽ ഹക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ചെറുപ്പക്കാരനുണ്ട്, കനേഡിയൻ, അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനാണ്. ഭയങ്കര അത്ഭുതമാണ്. അദ്ദേഹം അതിൻ്റെ ബയോഗ്രഫി, തൻ്റെ ജീവിത ചരിത്രം അദ്ദേഹം ലണ്ടനിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹം ആ വിഷയം അവിടെ അവതരിപ്പിച്ചത് കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ കാണും. അബു ഹഫ്സ ടൈപ്പ് ചെയ്താൽ മതി. അബു ഹഫ്സ, എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി. ഒരു യാത്രയും പോലെയല്ലാത്ത ഒരു വിചിത്രമായ യാത്ര എന്ന് പറഞ്ഞ് മുസ്ലിമായത്. അപ്പം അദ്ദേഹം ഇങ്ങനെ തുടങ്ങുമ്പോഴേ പറയും, എൻ്റെ ഉമ്മ എന്നോട് പറയാറുണ്ട്, യു ആർ ബോൺ വിത്തൗട്ട് ഐസൈറ്റ്. ഇനി കണ്ണിന് കാഴ്ചയില്ലാതെയാണ് ജനിച്ചത് കേട്ടോ, മോൻ ഓർമ്മ വരണം. അതുകൊണ്ട് മോൻ ചെയ്യുന്നതൊക്കെ കൃത്യമായും കണിശമായും ശരിയായിരിക്കണം, ബാക്കിയുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് മോൻ ശരിക്ക് ചെയ്യണം എന്ന് ഉമ്മ അങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം മുസ്ലിമായ ചരിത്രം പറഞ്ഞത് ദ ഈസിയസ്റ്റ് ഷഹാദ ഇൻ ദ കനേഡിയൻ ഹിസ്റ്ററി, ആ വാക്കെന്നെ ഉപയോഗിക്കുന്നുണ്ട്. കനേഡിയൻ ചരിത്രത്തിൽ എൻ്റെ പോലെ മുസ്ലിമായ ഒരാളുണ്ടാവില്ല. എനിക്ക് മുസ്ലിം ആവണം എന്ന് പറഞ്ഞ ആളാണ് മാൽക്കം എക്സ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ബയോഗ്രഫി പഠിച്ച് എനിക്ക് മാൽക്കം എക്സിനെ പോലെ ആവണമെന്ന് ഷടിച്ച് അങ്ങനെ ഒരു പുസ്തകം കിട്ടി. അന്ധന്മാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം ഉണ്ടല്ലോ, അങ്ങനെ ദ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച് അങ്ങനെ മാൽക്കം എക്സിന്റെ ബയോഗ്രഫി വായിച്ചു. മുസ്ലിം ആവണം, ഇസ്ലാമിനെ പറ്റി അറിയണം. അങ്ങനെ മുസ്ലിം ആവാൻ വേണ്ടി നടന്നൊരു ചെറുപ്പക്കാരൻ. റസ്ലറാണ്. റസ്ലിംഗിൽ ഒരുപാട് മെഡലൊക്കെ കൈപ്പറ്റിയ ആളാണ് അബ്ദുൽ മാലിക് ക്ലെയർ. അദ്ദേഹം ഖുർആൻ ഓതിയ കഥ പറയും. ഖുർആൻ പഠിച്ച ചരിത്ര അദ്ദേഹം ടൊറോണ്ടോയിലേക്ക് ജോലിക്ക് പോയപ്പോഴാണ് അവിടുത്തെ ആളുകളുമായി ജോബ് ഓറിയന്റേഷൻ ഉണ്ടാവുമല്ലോ, കൂടുതൽ ആൾക്കാരൊക്കെ പരിചയപ്പെടുന്ന ഓറിയന്റേഷൻ ഡേ. പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. ആ ഓറിയന്റേഷൻ ഡേയിൽ അവിടെ ഉള്ള ഒരു പേര്, ഇയാൾ കണ്ണ് കാണാത്ത ആളാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ പേരൊക്കെ പരിചയമുള്ള കനേഡിയൻസ്, അമേരിക്കൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് കേട്ടു. അപ്പോൾ വിചിത്രമായി തോന്നി. ഈസ് ഇറ്റ് യുവർ റിയൽ നെയിം? അതെൻ്റെ പേര് തന്നെയാണ്. ഇതെന്തൊരു ഫണി നെയിമാണല്ലോ. അവൾ പറഞ്ഞ മുസ്ലിം, ഇത് അറബി പേരാണ്. മുസ്ലിമാണോ? ഇസ്ലാം. മാൽക്കം എക്സ് പറഞ്ഞ ആ മുസ്ലിമീങ്ങൾ, എനിക്ക് മുസ്ലിം ആവണം, ഐ വാണ്ട് ടു ബി എ മുസ്ലിം. അങ്ങനെ എനിക്ക് മുസ്ലിം ആവണം എന്ന് അങ്ങോട്ട് പറഞ്ഞ് അവൾ പറഞ്ഞു, ഈ മുസ്ലിമത്തായി പെണ്ണ് പറഞ്ഞു, എന്ത് വെയിറ്റ്, എന്ത് ചെയ്യണം, കുറച്ചു നേരം കാത്തു നിൽക്കണം, ഞാൻ എന്ത് ചെയ്യുക, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ എന്ത് പുസ്തകങ്ങളോ കൊണ്ടുവരട്ടെ, എന്നിട്ട് പഠിക്കാം. അത് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആണെന്ന്. അങ്ങനെ ഏതായാലും പുസ്തകം തരാം, നീ ഇസ്ലാമിനെ പറ്റി വല്ലതും അറിയണ്ടേ, എന്നിട്ട് മുസ്ലിം ആയാൽ പോരെ. അങ്ങനെ ഷഹാദയും നിസ്കാരവും സക്കാത്തും ഒരു 50-55 മിനിറ്റ് എങ്ങാനും ഉണ്ട് ആ ടോക്ക്, ആ ഒരു വീഡിയോ. ഭയങ്കര നിങ്ങളൊക്കെ കേൾക്കണം, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും കേൾക്കാം. അദ്ദേഹം വളരെ നല്ലൊരു ഒറേച്ചർ കൂടിയാണ്, ബോറടിക്കൂല. 50 മിനിറ്റൊക്കെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല, അത്രയും രസകരമായിട്ട് അദ്ദേഹത്തിന്റെ പല ആക്ഷനൊക്കെ കാണും. അദ്ദേഹം അതിൽ പറയുന്നൊരു വിഷയം, ഖുർആൻ ഞാൻ പഠിച്ചിട്ട് ഖുർആനിലൂടെ അങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്കൊരായത്ത് കിട്ടി. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. فإنها തീർച്ചയായും കാര്യം ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത വരുന്നത്. കണ്ണ് കാണാതിരിക്കുക എന്ന് പറഞ്ഞതല്ല വിഷയം. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, മനുഷ്യന്റെ നെഞ്ചിന്റെ അകത്തുള്ള ഹൃദയത്തിന് കണ്ണ് കാണാതെ വരലാണ് പ്രശ്നം. അതാണ് ഗുരുതരം. കണ്ണിന് കാഴ്ചയുള്ളവർ ഹൃദയത്തിന് കാഴ്ചയില്ലാത്തവരുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞത് എനിക്കിങ്ങനെ ഓർമ്മ വന്നു. എൻ്റെ ഉമ്മനോട് പറഞ്ഞത് യു ആർ ബ്ലൈൻഡ് എന്നല്ല,
എൻ്റെ ഉമ്മ പറഞ്ഞത് യു ആർ ബോൺ വിത്തൗട്ട് ഐസൈറ്റ്, കണ്ണിൻ്റെ കാഴ്ചയല്ല എന്നാ എൻ്റെ ഉമ്മ പറഞ്ഞത്. എൻ്റെ ഹൃദയത്തിന് അള്ളാഹു കാഴ്ച തന്നു, എനിക്ക് മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായി, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, ഖൽബ് അല്ലാഹു തുറന്നു കൊടുക്കുക, കണ്ണ് കാഴ്ചല്ല. എന്നിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവസരം കൊടുത്തു അല്ലാഹു തആല. അദ്ദേഹത്തിന് ഹഫ്സ, നുസൈബ 2 പെൺകുട്ടികളുണ്ട്, മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്. നല്ല രസകരമായ ചരിത്രമാണത്, ഒന്ന് കേട്ടു നോക്കണം. നോർത്ത് സ്കോഷ്യയിൽ കാനഡയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിലാണ്. അദ്ദേഹം നാട്ടിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടാതിരിക്കാൻ അങ്ങനെ ഈ പരിചയപ്പെട്ട ഈ പെണ്ണാണ് നിങ്ങളുടെ നാട്ടിലെ മുസ്ലിം പള്ളിയുടെ അവിടുത്തെ ഫോൺ നമ്പർ കൊടുത്തു. അത് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ 4000 ആളുകൾ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളിക്കാണ്. ഒളിച്ചു കളി എന്ന് പറയില്ലേ, ഹൈഡ് ആൻഡ് സീക്ക്. ഈ 4000 ആളുകൾ ആരുമല്ല, മുസ്ലിമീങ്ങൾ. ഞാൻ ഇക്കാലം വരെ ഇവരെ കണ്ടിട്ടില്ല. ഇവരെനിക്ക് ഇസ്ലാം പറഞ്ഞെന്നില്ല, ഇവരെനിക്ക് ഖുർആൻ പറഞ്ഞെന്നില്ല. ഇപ്പം ഞാൻ അറിഞ്ഞു ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇവരൊക്കെ എൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നൊക്കെ മുസ്ലിമാവാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്. അപ്പൊ സത്യം അല്ലാഹു കണ്ണിന്റെ കാഴ്ചയെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇന്നാ ജഅൽനാ ഫീ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, മുമ്പിലും വമിൻ ഖൽഫിഹിം സദ്ദാ, പിറകിലും ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ഹഖ് കാണുന്നില്ല, സന്മാർഗം കാണുന്നില്ല. അത് അല്ലാഹു തആല തരുന്ന ഒരു അഫ്ലിക്ഷൻ, റബ്ബ് തരുന്ന ഒരു പരീക്ഷണമാണ്. അല്ലാഹു തആല ബസീറത്ത്, ഹൃദയത്തിന്റെ കാഴ്ച അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. നബിയെ ആശ്വസിപ്പിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ അങ്ങ് എത്ര പറഞ്ഞു കൊടുത്താലും നന്നാവാത്ത ആൾക്കാരുണ്ടാവും, അങ്ങ് വിഷമിക്കരുത് കേട്ടോ നബിയെ. 23 വർഷം ദഅവത്ത് ചെയ്തിട്ട് മുസ്ലിം ആവാത്ത ആളുകൾ മക്കയിലുണ്ടായിട്ടുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളായി തുടർന്ന് ജീവിച്ചവരുണ്ട്, ജൂതന്മാരായി മരിച്ചവരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദഅവത്തിന്റെ ലക്ഷ്യം എത്തിച്ചു കൊടുക്കൽ എല്ലാവരെയും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. സത്യം മനസ്സിലാക്കണമെന്നും അറിയണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവർ, അവർക്ക് അല്ലാഹു ഇത് തുറന്നു കൊടുക്കും. എന്തായാലും നമ്മൾ സ്വീകരിക്കൂലേ എന്ന് പറയുന്നൊരു വിഭാഗം ലോകത്ത് എന്നുണ്ടായിട്ടുണ്ട്, എന്നുണ്ടാവും ചെയ്യും. വസവാഉൻ അലൈഹിം അൻദർതഹും, നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയേ ഇല്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ മുതൽ ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെയുള്ള ആയത്തുകൾ ഓതി ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞൊരു സംഭവമുണ്ട്. അത് ചരിത്രകാരന്മാർ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത്, വീട് വളഞ്ഞ സമയത്താണ് ഉണ്ടായത്. അങ്ങനെ അതല്ല, അതിൻ്റെയൊക്കെ മുമ്പ് മക്കയിൽ ജീവിച്ചിരിക്കെ തന്നെ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ തങ്ങൾ അവർക്കെതിരെ മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്, അല്ലാമ ഇബ്നു ഇസ്ഹാഖ് ചരിത്ര പണ്ഡിതനാണ്, മഹാനുഭാവനാണ്. അബൂജഹൽ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാണ്, ഇന്ന മുഹമ്മദൻ യസ്ഉമു അന്നകും ഇൻ താബഅതുമൂഹു കുൻതും മുലൂക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പോൽ, അബൂജഹൽ പറയാണ്, നിങ്ങൾ അവർ പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിങ്ങൾ രാജാക്കന്മാരാകും. പിന്നെ ഫഇദാ മിത്തും ബുഇത്തും ബഅദ മൗതികും, നിങ്ങൾ മരിച്ചാൽ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നും മുഹമ്മദ് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനത ലക്കും ജിനാനുൻ ഖൈറും മിൻ ജിനാനിൽ ഉർദുൻ, ജോർഡാനിലെ തോട്ടങ്ങളെക്കാളും മനോഹരമായ തോട്ടങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകുമെന്നും പറയുന്നു. പറഞ്ഞത് കേൾക്കാതെ നടന്നാൽ നിങ്ങൾക്ക് ഇവിടെ ശിക്ഷയുണ്ടെന്നും മരണത്തിന് ശേഷം ശിക്ഷയുണ്ടെന്നും അദാബുണ്ടെന്നും പറയുന്നു. ഇത് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ അബൂജഹലും ഒരു ടീമിന്റെ കൂടെ അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്നത്തും മിൻ തുറാബ്, ഒരു കൈക്കുമ്പിൽ മണലെടുത്തു, തുറാബ് മണ്ണെടുത്തു. തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വലിയൊരു അത്ഭുതം നോക്കണം. മുഅ്ജിസത്ത് നടക്കാൻ പോവാണ്. റസൂലുള്ളാഹി തങ്ങൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ അഖദല്ലാഹു അലൈഹിം ദൂന അലാ അയുനിഹിം ദൂന, നബി തങ്ങളെ കാണാതിരിക്കാൻ അവരുടെ കണ്ണിന്റെ കാഴ്ചയെ അല്ലാഹു പിടിച്ചു വെച്ചു.
പിടിച്ചു വെച്ചപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തു? ആ കയ്യിലുള്ള മണ്ണ് അവരുടെ തലയിലേക്ക് വാരി എറിയാൻ. അതിന്റെ മുമ്പ് തങ്ങൾ ഓതി യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ ഓതി അവസാനം ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ കണ്ണ് നാം മൂടി വെച്ചിട്ടുണ്ട് നബിയെ, അവർ കാണൂല, അവർ കണ്ടതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളായിട്ട് അവരുടെ ഇടയിലൂടെ പോവുകയും ചെയ്തു. ആ സംഭവം പിന്നെ ഒരു കുറെ നേരെ നബി തങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ എന്തിനായി കാത്തിരിക്കണത്? മുഹമ്മദ് നബിയെ കാത്തിരിക്കാൻ. നബി തങ്ങൾ ഇവിടുന്ന് പോയല്ലോ, നിങ്ങളെ തലയിലൊക്കെ തപ്പി നോക്കി മണലുണ്ടാവും, അത് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയതാ. ആ മണലുണ്ടല്ലോ എന്ന് അവർക്ക് കാണുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂജഹൽ പറഞ്ഞ വിവരം തങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. പക്ഷെ നബി തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അള്ളാഹു കണ്ണങ്ങ് കാഴ്ച മറച്ചു വെച്ചു. തങ്ങൾ മണ്ണെടുത്തിട്ട് അവരുടെ തലയിലേക്ക് എറിയുകയും ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തല്ല, നബി തങ്ങൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ അള്ളാഹു തആല നബി തങ്ങളോട് പറഞ്ഞ ഇങ്ങനെ ചെയ്തേക്ക് നബിയെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ കഴിച്ചിലാവാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഓതാറുണ്ട് യാസീനെ. ഈ വാകെ ഇന്നിപ്പോൾ എവിടെയാ? അപ്പോൾ ഉംറയ്ക്ക് സൗദി പോയ സമയത്ത് തന്നെ അല്ലേ നവാസ് ഭായിയാണ് ഓതിയത് അല്ലേ? കാര്യമായ ചെക്കിങ് നടക്കണേ. പോകുന്ന സമയത്ത് എന്തായാലും പോലീസുകാർ വിളിച്ചാൽ സ്വീപ്പാവെന്ന് വിചാരിച്ച് നമ്മൾ നമ്മൾ യാസീൻ ഓതുക ഭാഷയിനാവുമ്പോൾ കൊണ്ട് ഖുർആൻ ഓതാണ് സാരല്ല. അപ്പോൾ തട്ടിപ്പിന് എടുക്കാനുള്ള സംഭവം അല്ല ഇതിട്ടാ. എന്ത് ചെയ്യരുത്? കള്ളത്തരം ചെയ്തിട്ട് കഴിച്ചിലാവാൻ വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യണ്ടേ. ഹക്കായിട്ട് പോയിട്ട് അള്ളാഹുവിൻ്റെ ഹക്കിൽ പോയാൽ തന്നെ ചിലപ്പം പരീക്ഷണങ്ങൾ വരും. അത് വരാതിരിക്കാൻ നമ്മളിത് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. നേർവഴിക്ക് പോകണം, നേരെ പോണ മനുഷ്യനെ തന്നെ മനുഷ്യന്മാർ ആക്രമിക്കുന്ന കാലമാണ്. അപ്പോൾ അള്ളാഹു തആല അവരുടെ കാഴ്ചയെ പിടിച്ചു വെക്കണമെന്നോ ഉപദ്രവങ്ങൾ ഉണ്ടാകരുതെന്നും ഉദ്ദേശിച്ച് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വസവാഉൻ അലൈഹിം, അവർക്ക് തുല്യമാണ്, ഒരുപോലെയാണ്. സവാഉൻ അലൈഹിം, ഒരുപോലെയാണ് നബിയെ. അൻദർതഹും, അങ്ങ് താക്കീത് കൊടുത്താലും, അം ലം തുൻദിറുഹും, ഒരു താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല നബിയെ. ഇനി ആർക്കാണ് ഈമാൻ ഉണ്ടാവുക? ആരാണ് വിശ്വസിക്കുക? ആരാണ് സത്യത്തെ സ്വീകരിക്കുക? അവരെയാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയാൻ പോകുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ. ഇനി അള്ളാഹു തആല പറയുന്ന വിഷയം നോക്കണം. ആർക്കാണ് താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, സതുപദേശങ്ങൾ ആർക്കാണ് ഉപകരിക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنما تنذر, തീർച്ചയായും നബിയെ നിങ്ങൾ താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ആ താക്കീത് ഉപകാരപ്പെടുന്നത് മനിത്തബഅ ദിക്റ, പരിശുദ്ധ ഖുർആൻ പിൻപറ്റുകയും. ദിക്ർ ഖുർആന്റെ ഒരു പേരാണ്. അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ. അദ്ദിക്ർ, അൽ കിതാബ്, അൽ ഖുർആൻ, അൽ ഫുർഖാൻ. ഇത് ഖുർആനിന്റെ അലമുകളാണ്, ഖുർആനിന്റെ പേരുകളാണ്. പക്ഷെ ഖുർആനിന്റെ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് ഒരുപാട് വാക്കുകൾ വേറെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദിക്ർ, അൽ കിതാബ്, അൽ ഖുർആൻ, അൽ ഫുർഖാൻ ഇത് ഖുർആനിന്റെ പേരുകളാണ്. മനിത്തബഅ ദിക്റ, ദിക്റിനെ ഖുർആനിനെ പിൻപറ്റിയവർ. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, കാരുണ്യവാനായ അല്ലാഹുവിനെ ഗൈബിൽ, അവനെ കാണാതെ, അല്ലാഹു തആലയെ ഇവൻ കാണുന്നില്ല, പക്ഷെ അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പേടിച്ച് ജീവിച്ച ആളുകൾക്കുമാണ് നബിയെ സന്മാർഗം കിട്ടുന്നത്. അവർക്കാണ് സാരോപദേശം ഉപകരിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. മനിത്തബഅ ദിക്ർ വഖശിയർ റഹ്മാൻ, പടച്ചവനെ പേടിക്കുക മാത്രമല്ല, ബിൽ ഗൈബ്, ഗൈബിൽ. അതിന്റെ ആശയത്തിലേക്ക് ഉള്ളോട്ടം ഇറങ്ങിയാൽ ആരും നമ്മളെ കാണുന്നില്ല, അറിയുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും അള്ളാഹുവിനെ പേടിക്കുന്നവർ, അവർക്കേ ഇത് ഉപകാരപ്പെടുള്ളൂ. മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ പടച്ചവനെ പേടിക്കുന്നവരും, ഒറ്റക്കായി പോയാൽ തോന്നിയതൊക്കെ ചെയ്യുന്നവരും ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരാണ്. ഒരു ഹദീസ്, വളരെ പേടിപ്പെടുത്തുന്നൊരു ഹദീസ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വന്നാൽ ഒരുപാട് ആളുകളെ കാണും. അവരുടെ സ്വലാത്ത് കണ്ടാൽ നിങ്ങളൊന്നും അതിൻ്റെ അരികത്തേക്ക് എത്തൂല. അവരുടെ രാത്രി നിസ്കാരം കണ്ടാൽ നിങ്ങളൊന്നും അതിൻ്റെ 4 അയലത്തേക്ക് എത്തൂല. അങ്ങനത്തെ ആളുകൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നി വന്നിട്ടുള്ള ആളുകൾ,
ലാ യഅബഉ ബിഹിമുല്ലാഹു ശൈഅ. അല്ലാഹു തആല അവരെ തീരെ മൈൻഡ് ചെയ്യൂല. ഒരു ഹദീസിൽ വന്നത് അഅമാലൻ കജിബാലി തിഹാമ, തിഹാമയിലെ മഹാപർവ്വതങ്ങളെ പോലെയുള്ള വലിയ വലിയ അമലുകളുടെ കൂമ്പാരങ്ങളുമായിട്ട് വരുന്ന ആളുകൾ നാളെ പരലോകത്ത് വരും. ഒരുപാട് കുറേ ദിക്റും കുറേ സ്വലാത്തും കുറേ നിസ്കാരവും കുറേ തഹജ്ജുദൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു, കുറേ ദിക്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല യജ്അലുഹു അല്ലാഹു ഹബാഅൻ മൻഥൂറാ, അല്ലാഹു ഇതിനെ പൊടി പൊടിയാക്കിയിട്ട് കളയുന്നു. അപ്പോൾ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഇവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ആരാണിവർ? ലിഅല്ലാ നകൂന മിൻഹും, ഞങ്ങൾ അവരിൽ പെട്ടുപോകരുത്, ഞങ്ങൾ അത്തരക്കാരായി പോകരുത്. അതുകൊണ്ട് നബിയെ പറഞ്ഞു തരും ആരാണിവർ. നമ്മൾ പറഞ്ഞു മിൻ അഹ്ലി മില്ലത്തിക്കും മിൻ ജിബില്ലത്തിക്കും, നിങ്ങളുടെ അതേ കൂട്ടത്തിൽപ്പെട്ടവർ, നിങ്ങളുടെ അതേ കോലത്തിലും ഭാഷയിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയുന്നവർ എന്നർത്ഥം. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ, മുസ്ലിമിന്റെ വേഷം ധരിക്കുന്നവർ, മുസ്ലിമിന്റെ കോലത്തിൽ നടക്കുന്നവർ, പക്ഷേ ആരും കാണില്ല എന്ന് കാണുന്ന ഒരു സ്ഥലത്ത് അല്ലാഹു ഹറാമാക്കിയ ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് വന്നാൽ അവരാ ഹറാമ് ചെയ്തു കളയും. മനുഷ്യന്മാരില്ലെങ്കിൽ, ആരും കാണുന്നില്ലെങ്കിൽ അവരത് ചെയ്യും. ആരും കാണാത്തത് കൊണ്ട് അവർ ചെയ്യും. ആരും വീക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് നല്ല മക്കളാണ്. പക്ഷെ ഒറ്റക്കായി പോയാൽ, നാട്ടിൽ നിന്നൊക്കെ പറയാം ഗൾഫിലേക്ക് ദുബൈക്ക് പോകുന്നവർ കേടുവരുന്നത് അല്ലെ, ബാംഗ്ലൂരിൽ പോയാൽ കേടുവരുന്നത്, ഒന്ന് മംഗലാപുരത്തൊക്കെ പഠിക്കാൻ വിട്ടാൽ കേടുവരുന്ന മക്കൾ, എന്ത് നാട്ടുകാരൊന്നും കാണാനില്ലല്ലോ. നാട് വിട്ടുപോയാൽ പിന്നീട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടന്നപ്പോൾ എന്ത് പറയാനാണ്? അള്ളാഹുവിനെ പേടിയില്ലാത്തവൻ എവിടെ പോയാലും മനുഷ്യന്മാരെ പേടിക്കേണ്ട. വഖശിയർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിനെ പേടിക്കുന്നവർ ബിൽ ഗൈബി, ആരും കാണുന്നില്ലെന്ന് വിചാരിക്കട്ടെ, ഗൈബിൽ അള്ളാഹിനെ നമ്മൾ കാണുന്നില്ല, നമ്മളെ മറ്റു മനുഷ്യരും കാണുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്നവർക്കേ സന്മാർഗം ഉപകരിക്കൂ, അവർക്കേ സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ, അല്ലാത്തവർക്കത് ഉപകരിക്കൂല. ആലോചിച്ച് നോക്കി. കാരണം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ വരരുത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എൻ്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബെന്നെ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലെന്താ, എൻ്റെ മുതലാളി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം അല്ലേ. എൻ്റെ സൂപ്പർവൈസർ നാട്ടിൽ പോയതാണ്, അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിലാണ്, സക്രാത്തിലാണ്, എന്തായിക്കോട്ടെ എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തേ പറ്റൂ അല്ലേ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, വ്യഭിചാരത്തിൻ്റെയോ മദ്യപാനത്തിൻ്റെയോ അവസ്ഥ വരുമ്പോ അല്ലേ, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്. പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്. ആ കൂലി എപ്പോഴാ കിട്ടുക? പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ. അതിനാണല്ലോ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടി, കള്ളു കുടിക്കാത്തതിന്റെ കൂലി കിട്ടിയോ? കിട്ടൂ. എപ്പോ? കുടിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടും കുടിച്ചിട്ടില്ല. അതാണ് കല്യാണങ്ങൾക്ക് മദ്യം വിളമ്പണ കാലല്ലേ. വ്യഭിചരിക്കാൻ അവസരം ഉണ്ടായിട്ട് അവൻ ചെയ്തിട്ടില്ല. ഒരു അന്യ പെണ്ണിനെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായപ്പോൾ അവന് കണ്ണു ചിമ്മിയ ആളാണ്, അവന് കൂലി കിട്ടും, അവന് പ്രതിഫലം കിട്ടും. റോട്ടിലൂടെ നടന്നിട്ടുണ്ട്, അവിടെ അർദ്ധനഗ്നകളും അല്ലാത്ത നഗ്നകളൊക്കെ നടക്കുന്ന ലോകമാണ്. അവൻ കണ്ണു ചുമ്മി നടന്ന ആളാണ്. അവന്റെ ആ നടത്തത്തിലൂടെ ഒരുപാട് കൂലി അള്ളാഹുവിന് കൊടുത്തു. എന്തേ? അവൻ തിന്മയുടെ അവസരം ഉണ്ടായി, എന്റെ റബ്ബനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണു ചുമ്മിയ ചെറുപ്പക്കാരന്. അങ്ങനത്തെ ഒരു പെണ്ണിന്, ഒരാണിന് അള്ളാഹു കൂലി കൊടുക്കും. കാരുണ്യവാനെ കാണാതെ ഗൈബിൽ മറയിലായിരിക്കെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അവർക്കാണ് ഈ താക്കീതുകൾ ഉപകരിക്കുന്നത്. നബിയെ, ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇന്നമാ തുൻദിറു, അങ്ങ് താക്കീത് ചെയ്യുന്നത് മനിത്തബഅ അദ്ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ഖുർആൻ പിൻപറ്റുകയും അള്ളാഹുവിനെ ഒളിവിലായിരിക്കെ അല്ലെങ്കിൽ കാണാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് അങ്ങ് താക്കീത് ചെയ്യുന്നത്. ആശയം എന്താ? നബി തങ്ങൾ താക്കീത് അല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട്, മുശ്രിക്കീങ്ങൾക്കൊക്കെ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ, അവർ അള്ളാഹിനെ പേടിക്കാത്തവരാ. പക്ഷേ അങ്ങയുടെ താക്കീത് ഉപകരിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ്. അപ്പൊ നാളെ പരലോകത്തേക്ക് വന്നാൽ ഒരുപാട് അമലുമായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു ചിന്ത ഉണ്ട്, എന്ത്? എങ്ങാനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ തിന്മ ചെയ്തേക്കും. അങ്ങനെ ജീവിച്ചു മരിച്ചുപോയ ആളാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ അമലിന് വിലയില്ല. അതതിൻ്റെ അർത്ഥം. നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ അമലിന് വില കിട്ടണമെങ്കിൽ എന്ത് തന്നെ എൻ്റെ മുമ്പിലേക്ക് വന്നാലും
അതൊക്കെ ഭയങ്കര ഈമാൻ. അവർക്കേ ഇത് ഉപകരിക്കുന്നുള്ളൂ, ഖുർആൻ അവർക്കേ ഉപകരിക്കുള്ളൂ. പൈസക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്, ഒരു കെട്ട് പൈസ അവിടെ കണ്ടു, ആരതാന്നറിയില്ല, ലഖത്തത്ത് എന്ന് അറബിയിൽ പറയാം. അത് എടുക്കണ മനുഷ്യനത് അനൗൺസ് ചെയ്തിട്ട് ആ ഒറിജിനൽ അതിൻ്റെ ഉടമസ്ഥന് എത്തിച്ചു കൊടുക്കണം എന്നാ. ഞാൻ കുടുങ്ങിയ നേരമാണെങ്കിൽ ഞാൻ എടുത്തേക്കും. അങ്ങനത്തെ ഒരു മനസ്സിൽ ജീവിക്കുന്ന ആള് അല്ല, കുടുങ്ങിപ്പോയാലും ഞാൻ എടുക്കൂല, അങ്ങനെ ചിന്തിക്കുന്നവനാ മുഅ്മിൻ. എന്തെന്നെ വന്നാലും ചില പറയും മുതലാളി ശമ്പളം തരുന്നില്ല, അതുകൊണ്ട് എൻ്റെ ശമ്പളം എനിക്ക് ഏതായാലും വലിച്ചെടുക്കാൻ പറ്റൂല. എൻ്റെ ഹക്കല്ലേ? ഹക്ക് എപ്പോഴാണ്? അയാൾ തരുമ്പോഴാണ്. അയാൾ തന്നിട്ടില്ല, അയാൾ നിങ്ങളുടെ ഹക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അയാൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാണ്. പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ചോദിക്കാതെ എടുക്കാൻ പാടില്ല. ഹക്ക് അയാൾ തന്നാൽ, ശമ്പളം തന്നില്ല, മുതലാളി തന്നില്ല എന്നാ തന്നില്ല, അയാൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാണ്. പക്ഷെ നമ്മൾ അയാൾ അറിയാതെ എടുത്ത് നമ്മുടെ ശമ്പളം പറ്റിയാൽ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരൻ. എന്തേ? അയാളുടെ സമ്മതമില്ലാതെ എടുത്തല്ലോ. അതൊരു കോടതിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും, പക്ഷെ സിവിലിയൻസ് എടുക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർ, ഗൈബിൽ റബ്ബിനെ ഭയപ്പെടുന്നവർ, അവർക്കാണ് നബിയേ അങ്ങയുടെ താക്കീതുകൾ ഉപകരിക്കുന്നത്. ഫബശ്ശിറുഹു ബിമഗ്ഫിറഹ്, അള്ളാഹുവിന്റെ പാപമോചനം അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. വഅജ്രിൻ കരീം, വളരെ മാന്യമായ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുമെന്ന സന്തോഷ വാർത്ത. എന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക്, എന്റെ വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നവർക്ക്, കാണാതെ തന്നെ ഗൈബിലായിരിക്കെ തന്നെ എന്നെ ഭയപ്പെടുന്നവർക്ക് ഞാൻ അവർക്ക് സ്വർഗവും പരലോകമോചനവും പാപമോചനവും നൽകുമെന്ന് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കൂ. അല്ലാഹു തആല ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. രണ്ട് വിഷയം പറഞ്ഞു. മനിത്തബഅ ദിക്റ, ഖുർആനെ പിൻപറ്റണം. ഖുർആൻ പറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെയും സുന്നത്തിനെയും പിൻപറ്റണം. വഉലുൽ അംരി മിൻകും, ഉലമാഇനെ പിൻപറ്റിയാൽ ഉലുൽ അംറിനെ പിൻപറ്റിയ അത് ഖുർആനിന്റെ ആഹ്വാനമാണ്. അപ്പോൾ ദീൻ അനുസരിച്ച് ജീവിക്കുക, പടച്ചവനെ പേടിക്കുക. ബിൽ ഗൈബ്, ഇത് ശരിക്കും ഗൾഫുകാർ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ജോലി സാഹചര്യങ്ങൾ നമുക്കും പടച്ചവനെ അറിയുള്ളൂ. ആരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്, ആരുടെ കൂടെയൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ. പടച്ചവനോട് കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാൻ പറഞ്ഞില്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല. പടച്ചവനെ ഞാൻ വഴിപിഴച്ചു പോവുകയോ എന്നെ കൊണ്ട് ആരെങ്കിലും വഴിപിഴക്കുകയോ ഉണ്ടാവരുത് പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല. എനിക്ക് കാലിടറുകയോ എന്നെ ആരെങ്കിലും കാല് തെറ്റിക്കുകയോ എന്ന് പറഞ്ഞാൽ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ പഴപ്പിക്കുക, ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് പഴപ്പിക്കുക, അത് വരാതെ കാക്കണേ റബ്ബേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പറയുകയോ വിവരക്കേട് ചെയ്യുകയോ ഏതെങ്കിലും ഒരാൾ വിവരക്കേട് എന്നോട് പെരുമാറുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഔ അദ്ലിമ ഔ ഉദ്ലം, ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുകയോ വരാതെ നീ എന്നെ കാക്കണേ റബ്ബേ. ഇത് ചൊല്ലിയിട്ടാ പുരയിന്ന് പുറത്തിറങ്ങേണ്ടത്, റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. ബാച്ചലർ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്, വില്ലയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്, ചൊല്ലിയേക്കണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലം ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. എന്താണ് നമ്മൾ ഇടപെടുന്ന ലോകം അങ്ങനെയാണ്. നമ്മളും പടച്ചവനല്ലാതെ മറ്റാരും അതറിയാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, പടച്ചവനെ ഖൽബ് കൊണ്ട് പേടിക്കുന്ന ആളുകൾ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മൾ സൂറത്തു റഹ്മാനിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ. അള്ളാഹു തആല ഗൈബിൽ പടച്ചവനെ ഭയപ്പെടാനുള്ള ആ ഒരു ഈമാൻ, അങ്ങനത്തെ ഒരു ഈമാൻ പടച്ചവൻ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. തെറ്റ് സംഭവിച്ചു പോയ ആളുകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവരെയും അള്ളാഹു ശുദ്ധിയാക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ജോലി സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ആരും നമ്മെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ട, ആരും ഒരു ക്യാമറ സർവൈലൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മെ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ ക്യാമറ എൻ്റെ മുമ്പിലേക്കുണ്ട്. ഈ ബോധത്തിൽ ജീവിച്ചാൽ ഒരാൾക്ക് ലോകത്ത് എവിടെ പോയിട്ടും ജീവിക്കാൻ പറ്റും. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ എവിടെ കൊണ്ടുപോയിട്ടാലും അവൻ കേടുവരില്ല. അവനെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുകയേ ഉള്ളൂ. അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത്. അവർക്കാണ് ഖുർആനിന്റെ താക്കീത്
ചെയ്തുകൊണ്ട് ഫലം കിട്ടുന്നത്. അവർക്കാണ് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. എന്നാലും തെറ്റ് സംഭവിച്ചു പോയേക്കും. അതുകൊണ്ടാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. പാപമോചനം അല്ലാഹു തരുന്നു. അതിനർത്ഥം എന്താ? തെറ്റ് മനുഷ്യൻ സംഭവിച്ചു പോകും. തെറ്റ് സംഭവിച്ചു പോകുന്നത് മാനുഷികമാണ്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുകയും അതിൽ സങ്കടപ്പെടുകയും അതിൽ ഖേദിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം. നമ്മൾ യജിബു തൗബതു മിൻ കുല്ലി സഗീറത്തിൻ വകബീറ, എല്ലാ ചെറുദോഷത്തിനും വൻപാപത്തിനും തൗബ ചെയ്യണമെന്ന ഉലമാഉ പറയാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത കണ്ടു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹ് പുറത്തു തരണേ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇതൊക്കെ റൂട്ടിലൂടെ നടക്കുമ്പോൾ സ്ഥിരം ചൊല്ലേണ്ട ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആയിരിക്കും അല്ലേ? സ്ഥിരം ചൊല്ലേണ്ടി വരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് പറഞ്ഞ് എന്ത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഹലാലായ നമ്മുടെ ഒരു എൽമിൻ്റെ ഒരു സൈറ്റ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഖുർആന്റെ വെബ്സൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് പോലും സൈഡിൽ ആഡുകൾ വരും, ഇതേപോലെ പെണ്ണുങ്ങളൊക്കെ വെച്ചിട്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തൊരു പരീക്ഷണമാണ്! പരീക്ഷണങ്ങളാണ് ഇതൊക്കെ, പരീക്ഷണങ്ങളാണ്. നീ ക്ലിക്ക് ഒന്ന് തൊട്ട് നോക്ക്, ക്ലിക്ക് ചെയ്യുന്നു പറഞ്ഞ് പിശാചിങ്ങനെ നിന്നെ കണ്ണുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിന്മയിലേക്ക്. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ ജന്ന, ഇപ്പുറത്ത് നരകം, ഒരേ സ്ക്രീനിൽ കിട്ടുന്നത്. അള്ളാഹുവിനെ ഓർമ്മ വരണം. ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ. ഇതാണ് ഹക്ക്. ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസം വരും. ഒരേപോലെ മനുഷ്യന് ചാലഞ്ച് വരും. ഞാൻ ഇങ്ങോട്ട് പോവട്ടെ, ഉടൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു പിക്ചർ വന്നു, ഉടൻ അസ്തഗ്ഫിറുല്ലാഹ്. എത്ര ഇസ്തിഗ്ഫാറിന്റെ കൂലി കിട്ടിയപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, എനിക്കിടെ നേരം കിട്ടാറില്ല. എത്ര ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഉണ്ടാവുന്ന അല്ലാഹു ആലം. എല്ലാം സ്വർഗം നേടിയെടുക്കാനും പറ്റും, നരകത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇതൊക്കെ സ്വർഗം നേടിയെടുക്കാൻ ഹക്കിന്റെ മാർഗത്തിലേക്ക് വരിക, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വരിക. നിങ്ങൾ എഴുതുന്നതോ പോസ്റ്റ് ചെയ്ത് വിടുന്നതോ ആരും അറിഞ്ഞില്ല എന്ന് വരും. നിങ്ങളുടെ ഐഡന്റിറ്റി പോലും ആരും അറിഞ്ഞില്ല എന്ന് വരും. പക്ഷേ വഖശിയർ റഹ്മാൻ, കാരുണ്യവാനായ പടച്ചവനോട് ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരും. ഓരോരുത്തരും സ്വകാര്യ ലോകത്താണ്. ഈ ആയത്തിന്റെ പ്രത്യേകത ഏതാണ്? നമ്മുടെ ജനറേഷൻ മുഴുവനും ഓരോരുത്തരും അവനവന്റെ ലോകത്താണ്. ഒരു കമ്പ്യൂട്ടറും പിടിച്ചവൻ നടക്കുകയാണ്, ഒരു മൊബൈലും വിളിച്ചിരിക്കുകയാണ്. ഒരു ബസ് സ്റ്റോപ്പിൽ 4-5 ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും മൊബൈൽ എടുത്തിട്ട് അവൻ ചാറ്റ് ചെയ്യാണ്. ആ മൊബൈലൊക്കെ പൂട്ടി വെച്ച് അടുത്തുള്ളവരോട് വർത്താനം ചോദിച്ചൂടെ? എൻ്റെ പേരെന്താ, നാടെവിടെ, ഊരെവിടെയെന്ന് ചോദിച്ചൂടെ? അങ്ങനെ ഒരു ബന്ധമില്ല. ഓരോരുത്തരും അവനവന്റെ സ്ക്രീനിലേക്ക് നോക്കുക. അപ്പുറത്തപ്പുറത്തൊക്കെ ജീവുള്ള മനുഷ്യന്മാരുണ്ട്. ഇവൻ ഈ ചിത്രങ്ങളോടായി സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ലോകം. ഓരോരുത്തരും അവനവന്റെ ലോകത്താണ്. അവന്റെ കോണ്ടാക്ട്സ് ആരൊക്കെയാണ്, അവന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആർക്കും അറിയാൻ പറ്റൂല. നമ്മളൊക്കെ വിചാരിക്കും കുട്ടികളൊക്കെ മൊബൈൽ കളിക്കുമ്പോൾ, ഓ കമ്പ്യൂട്ടറിൽ എൻ്റെ ഭയങ്കര ഉഷാറാണ്, വാപ്പങ്ങ അഭിമാനം പറയാ. എന്താണ് ഈ ഉഷാറെന്ന് പറഞ്ഞാൽ? എന്ത് തോന്നിവാസം മോഹം കടിച്ചാലും വാപ്പ വരുമ്പോഴേക്ക് ഓഫാക്കാനും ഉമ്മാക്ക് ഉസ്താദിന്റെ വേല വെച്ചുകൊടുക്കാനും കഴിയുന്നു. അതതിൻ്റെ അർത്ഥം. അതാണ് ഈ ഉഷാറെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല മക്കളും ഉണ്ടാവട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്. എന്താ മോനെ പണി? അല്ലാ ഞാൻ വേല ഇട്ടുകൊണ്ടിരിക്കല്ലോ ഉമ്മ കണ്ടു. ഓരോരുത്തരും അവനവന്റെ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ലോകമാണ്. അങ്ങനത്തെ കാലഘട്ടമാണ്. മുമ്പൊക്കെ പുതിയപ്പിള്ളാർ അന്വേഷിച്ചു പോകുമ്പോൾ നാട്ടിലെ ഓപാലത്തിലിരിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ചെക്കന്മാരോടോ ചോദിച്ചാൽ മനസ്സിലാവുമായിരുന്നു. ഇന്ന് അതൊന്നും കിട്ടൂല, ഓൻ ഇവിടെ ഒന്നും വരാറില്ല. ഓന്റെ കോണ്ടാക്ട്സ് എന്താ? അല്ലാഹു അലം. കിതാബിലാണ് അവൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ കിടക്കുന്നത്, അവിടെയാണ്. സുബ്ഹാനല്ലാഹ്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ കൾച്ചറായി, സംസ്കാരമായിട്ട് മാറും. അത് ശരിക്കും ഭയങ്കര ഹൈലി സെൻസിറ്റീവാണ് ഈ വിഷയം. നമ്മൾ എന്ത് കേൾക്കുന്നുവോ, എന്ത് കാണുന്നുവോ, എന്ത് വായിക്കുന്നുവോ, എന്ത് എഴുതിവിടുന്നുവോ, ഇത് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ സംസ്കാരമായിട്ട് മാറും. ശരിക്കും വളരെ കെയർഫുൾ ആവണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയാൻ, ജീവിതം മുഴുവൻ എന്ത് ചെയ്യരുത്? ഈ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കരുത്. കുറേ ആൾക്കാർ ഉണരുന്നതും ഉറങ്ങുന്നതൊക്കെ അതിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്കൊരു ലോകം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോവരുത്. ലിമിറ്റ് ചെയ്യണം. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. നല്ല നല്ല പുസ്തകങ്ങളും കിതാബുകളും ഓതാൻ സമയം കണ്ടെത്തണം. കുടുംബത്തെ സന്ദർശിക്കണം. പോയിട്ട് ഫ്രണ്ട്സിനെ പോയി സന്ദർശിക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ സന്ദർശിക്കുന്നത് നിങ്ങൾ നിന്റെ ഫ്രണ്ടിനെ സന്ദർശിക്കാൻ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ വീട് നിങ്ങൾ ഒരുക്കിയല്ലോ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. ഈ മെസ്സേജ് അയച്ചാലൊന്നും കിട്ടൂല.
ഫിസിക്കലി ഇതിന്റെ അപ്പിയറൻസ് അവിടെ ഉണ്ടാകും, നീ ഫിസിക്കലി അവിടെ അപ്പിയർ ആവണം. ഇതിനൊന്നും സമയമല്ലാത്തൊരു ഡിജിറ്റൽ ലോകത്ത് മനുഷ്യന്റെ കാഴ്ചയും പോയി, മനുഷ്യന്റെ തലയും ബ്രെയിനും എല്ലാം നഷ്ടപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നുവോ, എവിടെ ആരൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഏതൊക്കെ മീഡിയകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഡസൻറ്റ് കൺസേൺ മീ, അതെൻ്റെ വിഷയമേ അല്ല. അള്ളാഹുവിനെ ഭയപ്പെടുക. വായിക്കുന്നതും എഴുതിവിടുന്നതും തെറി പറയുന്നതും ചീത്ത പറയുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാനിരിക്കുന്ന വിഷയങ്ങളാണ്. വെറുതെ എഴുതിവിടരുത്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അടുത്ത ആയത്ത് ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. തീർച്ചയായും നാം, അള്ളാഹു ബഹുവചനത്തിന്റെ ബഹുമാനത്തിന്റെ ബഹുവചനം പ്രയോഗിക്കുകയാണ്, പ്ലൂറൽ ഓഫ് റെസ്പെക്ട്. നാം, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അതൊരു ഭയങ്കരമായ വിഷയമാണ് നടക്കാൻ പോണത്. അതാണ് അള്ളാഹു നാം, ഇന്നാ, ഇന്നി എന്നല്ല, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച്, മയ്യിത്തായി കൊണ്ടുപോയി നിന്നെ ഖബറിൽ വെക്കുകയും നിന്റെ ശരീരം മണ്ണ് തിന്നുകയും നിന്റെ ശരീരത്തിൽ പുഴു അരിക്കുകയും പിന്നീട് ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ഖബർ തുറന്നു നോക്കുമ്പോൾ എല്ലിന്റെ പൊടി പോലും കാണാത്ത വിധം നീ മണ്ണിലായി അലിഞ്ഞു ചേരുകയും ചെയ്താൽ പോലും നുഹ്യിൽ മൗതാ, മരിച്ചുപോയവരെ മുഴുവനും ഞാൻ രണ്ടാമതൊന്ന് ജീവിപ്പിക്കുന്നുണ്ട്. വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, മാ ഖദ്ദമു, അവരെന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്നും, വആഥാറഹും, അവർ ചെയ്തു വെച്ചതിന് പിറകിൽ ആരൊക്കെ അതിനെ തുടർന്ന് അത് പറഞ്ഞതുപോലെ, അവർ ചെയ്തതുപോലെ, അവരെഴുതി വിട്ടതുപോലെ, അവരെ പ്രചരിപ്പിച്ചതുപോലെ ആരെല്ലാം ഏറ്റുപറയുന്നുണ്ടോ അതിൻ്റെ ഒക്കെ കുറ്റവും, അത് നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലവും മരിച്ച മയ്യിത്തിന്റെ റെക്കോർഡിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട് എന്ന്. ഇന്നാ, അല്ലാഹുവിന്റെ പ്രയോഗം എന്താണ്? ഇന്നാ, നാം ഇത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കിക്കോ. മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ചത് മാത്രമല്ല ഞാൻ ചെയ്തു അല്ലല്ല, വആഥാറഹും, ആരൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ. പൊന്നാര മുഅ്മിനെ, ലൈക്കും ഡിസ്ലൈക്കും അടിക്കുമ്പോഴൊക്കെ ആലോചിച്ച് ചെയ്തോളി എന്നായി പറയുന്നത്. മനസ്സിലാവുന്നവർ മനസ്സിലാക്കണം. പിന്നെ നേരത്തെ മുമ്പത്തെ പറഞ്ഞ 3 ആയത്ത് പറഞ്ഞ് എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവാൻ പോണില്ല എന്ന് പറഞ്ഞവർ എന്ത് ചെയ്യുക, ഞാൻ പിടിച്ചത് തന്നെയാണ് 4 ചെവിയുള്ളതെന്ന് വിചാരിച്ചിരുന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇത്രയേ പറ്റുള്ളൂ. ഈ തോന്നിവാസങ്ങളോ അനാവശ്യങ്ങളൊക്കെ എഴുതി വിടുന്ന ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇതിന് ഇത്രത്തോളം കുറ്റുണ്ടെന്ന് അറിയാതെ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വിടുന്നത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഗുരുതരമായ തെറ്റല്ലേ. സ്വന്തം അക്കൗണ്ട് കാലിയായി പോകും. യുവർ അക്കൗണ്ട് ഈസ് ബിലോ ഡിഫൈൻഡ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരില്ലേ, പൈസ തീർന്നാലേ കയ്യിലെ സാധനമൊക്കെ പോയി പോകും. കയ്യിൽ വെച്ച എല്ലാ ദിക്റും സ്വലാത്തും പോയി പോകും. അതുകൊണ്ട് ഗീബത്തും നമീമത്തുകളൊക്കെ ഭയങ്കര കെയർഫുള്ളാണ്. മുമ്പത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ കേട്ടവൻ കേട്ടു, മറന്നവൻ മറന്നു. ഇന്ന് അതല്ല, അവിടെ കിടക്കുകയാണ്. മാ ഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, വആഥാറഹും, അതിനാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ. എന്തൊരു മനോഹരമായ ആയത്ത്. തിന്മയാണെങ്കിൽ എന്തൊരു ഗുരുതരമായ വിഷയമാണ് അള്ളാഹു ചർച്ച ചെയ്യുന്നത്. എന്തൊരു ഗുരുതരമാണ് ഈ ആയത്തിന്റെ ആശയം. വആഥാറഹും, നിങ്ങളുടെ പിൻഗാമികൾ, നിങ്ങളുടെ ഖദ്ദമു വആഥാറഹും, അതിന്റെ പിന്നിലായി കടന്നു വരുന്നത്. ഒരു മനുഷ്യൻ മരിച്ചുപോയി, അയാൾ ചെയ്തു വെച്ച നന്മ വാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഹദ്ദാദറാത്തി ബോധിയിട്ടേ കിടക്കാവൂ. വാപ്പ അങ്ങനെ പറഞ്ഞു, മക്കളോടൊക്കെ ചെയ്യിപ്പിച്ചു. വാപ്പ മരിച്ചുപോയി, മക്കളിത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആ വാപ്പാക്ക് ഇതിന്റെ കൂലി കിട്ടും. വാപ്പ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മക്കളത് ആവർത്തിച്ചു, അവരുടെ മക്കളത് തുടർന്നു. ഇങ്ങനെ ആരൊക്കെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ, വആഥാറഹും, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും. യാ അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അമലിന്റെ അതേ കൂലി നമുക്കിത് കിട്ടാൻ കാരണക്കാരായ റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് കിട്ടിയില്ലേ, അവരല്ലേ നമുക്ക് തന്നത്. ആരൊക്കെ, ഇത് നമ്മുടെ ഈ ചെയിൻ ബിസിനസ് എന്ന് പറയില്ലേ, ഇതാണ് ദീനിന്റെ ചെയിൻ ബിസിനസ്. ഭയങ്കര സംഭവമാണ്. അത് നന്മയാണെങ്കിൽ മാഷാ അല്ലാഹ്, അത് വലിയൊരു പ്രഭാലോകമാണ്. തിന്മയും ഗീബത്തും നമീമത്തും ചീത്തപറച്ചിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാം മറ്റൊരു വഴിയിലേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അല്ലാഹ്.
ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. മരിച്ചിട്ട് ജീവിക്കണ്ടേ? എന്തായിരിക്കും ഇപ്പം ആ നേരല്ലേ നമ്മളെ ഖബറിന്ന് എഴുന്നേൽക്കുന്ന രംഗം ആലോചിച്ച് നോക്കി. എവിടെയാണ് നമ്മളൊക്കെ മരിക്കുക? ഏത് ലോകത്താണ് നമ്മുടെയൊക്കെ ഖബർ? ഒന്നും ആർക്കും അറിയില്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. നമ്മളൊക്കെ ഇനി എഴുന്നേറ്റ് വരാൻ പോവാണ്. രണ്ടാമതൊരു ജന്മം അള്ളാഹു പ്രതിഫലത്തിന്റെ ലോകം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഇന്നാ, നാം എൻ്റെ അടുത്തേക്ക് നീ വരാൻ പോകുന്നുണ്ട്. യാസീൻ അവസാനിക്കുന്നതും ഇതേ ആശയത്തോടു കൂടെയാണ്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. നോക്കണം, യാസീൻ തുടങ്ങിയിട്ടൊരു 4-6 ആയത്താകുമ്പോഴാണ് ഈ വിഷയം അവസാനിക്കുന്നതിൻ്റെ 4-5 ആയത്തുകൾക്ക് മുമ്പാണ് ഇതേ വിഷയം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ മരുഭൂമിയിൽ കണ്ട ഒരു എല്ല്, പൊടിഞ്ഞു പോയൊരു എല്ല്, അസ്ഥിപഞ്ചരമായ പോയ ഒരു കഷ്ണം എടുത്തിട്ട് ആ എല്ലിങ്ങനെ ഒരു മനുഷ്യൻ്റെതായിരുന്നു, അത് ഇങ്ങനെ പൊടിച്ചിട്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് കാറ്റിലിങ്ങനെ പറത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഈ എല്ലിനെ അള്ളാഹു നാളെ ജീവിപ്പിക്കുമെന്നാണോ നിങ്ങളുടെ ദീൻ പറയുന്നത്? ഞാൻ വിശ്വസിക്കൂല. എന്തായിരിക്കും അത് പറയാനുണ്ടാവുന്ന അഹങ്കാരം? എന്തായിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിനോടായി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ആ വിഷയമാണ് യാസീൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അവസാനിക്കുമ്പോഴും ഖുർആൻ്റെ ഏറ്റവും പ്രത്യേകത തുടക്കവും അവസാനവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. തുടങ്ങി വെച്ച അതേ വിഷയത്തിലേക്ക് അവസാനം കൊണ്ടുവരും അല്ലാഹു തആല. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ മനുഷ്യനെ നാം പടച്ചത്. ഇന്ദ്രിയത്തുള്ളി എന്ന് പറയാൻ വയ്യ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ കോടിക്കണക്കിന് കുട്ടികൾ ജനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഒന്നാ ജനിക്കുന്നത് ഒരു കുട്ടിയായി. ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലാഹ്, 3 പറയും വേണ്ട, അതിലപ്പുറത്തേക്കൊന്നും നടക്കണില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മിൻ നുത്ഫ, ഒരു സ്പേമിന്റെ സെല്ലിൽ നിന്ന് അല്ലാഹു പടക്കുകയാണ്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അങ്ങനെ ജനിച്ചു വളരുന്ന മനുഷ്യൻ പിന്നെ തർക്കിക്കാൻ പോകുന്നുണ്ട്. ഖസീമും, മുനാകെ തർക്കേ അറിയുള്ളൂ. ഖസീമുൻ മുബീൻ. പുരുഷന്മാരുടെ പ്രത്യേകത തന്നെ അതാണ്. അലദ്ദുൽ ഖിസാം, ഭയങ്കരമായിട്ട് തർക്കിക്കുക. فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه. അവന്റെ ജന്മം എങ്ങനെയാണ് ഉണ്ടായത് എന്നവൻ മറന്നു പോവുകയും എന്നിട്ട് എന്നോട് അവൻ പഠിപ്പിക്കുകയോ, ഖാല, അവൻ ചോദിക്കുകയോ, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. എല്ലുകൾ നുരുമ്പിപ്പോയാൽ ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക എന്നിവൻ ചോദിക്കുന്നുണ്ട്. ഇവൻ എല്ല് പോലും അല്ലാത്തൊരു കാലം ഇവന് കഴിഞ്ഞു പോയിട്ടില്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്, ഇവൻ എന്നാ എല്ലായത്? ഇവൻ എങ്ങനെയാ തുടങ്ങിയത്? അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതല്ലേ അവനെ. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. മനുഷ്യനെ പറ്റി പറയാൻ ഒരു വാക്ക് പോലും പറയാനില്ലാത്ത വിധത്തിൽ ഒന്നുമല്ലാത്തൊരു സ്റ്റേജ് മനുഷ്യനിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഒരു ഭ്രൂണമെന്ന് പറയാനായിട്ടില്ല. എത്ര മാസമായി? 1 2 3 എന്തെങ്കിലും ആയോ? ഒന്നും കാണാനായിട്ടില്ല. അങ്ങനത്തെ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയില്ലേ? എന്നിട്ട് ചോദിക്കാൻ, ഞാൻ മരിച്ചിട്ട് ഇനി ജീവിക്കുവോ എന്ന്. ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ. ആരാണോ അതിനെ ആദ്യം പടച്ചത്, അതേ അല്ലാഹു രണ്ടാമതും പടക്കും. എത്ര ഈസിയാണ്. ആദ്യം നമ്മൾ മുളച്ചതല്ലല്ലോ, അല്ലാഹ് പടച്ചതല്ലേ. അതേ റബ്ബ് രണ്ടാമതും പടക്കും. പിന്നെ ആദ്യം എല്ലുണ്ടായിട്ടാണ് അല്ലാഹ് പടച്ചത്? ഇല്ല, ഒന്നുമില്ല. ഇല്ലായ്മയിൽ നിന്ന്, അദ്മിൽ നിന്ന് വുജൂദിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുവന്നില്ലേ? അതുപോലെ നിന്റെ ഒരു എല്ലിൻ കഷ്ണം പോലും അല്ലാഹുവിന് ആവശ്യമില്ലാത്ത വിധം മണ്ണിൽ നിന്ന് അല്ലാഹു നിനക്ക് ജന്മം തരും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എങ്ങനെ ഏതെല്ലാം വിധത്തിൽ സൃഷ്ടിക്കണോ അതൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു. അതങ്ങോട്ട് വിശദീകരിച്ചു. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു ചുരുക്കിയാണ് പോവാണ്. അവസാനത്തിലേക്ക് എത്തുന്നതിന്റെ ഡീറ്റെയിൽസ് അല്ലാഹു തന്നു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും കേട്ടോ. കഴിഞ്ഞു. ആ വിശദീകരണമാണ് അവസാനത്തിൽ അല്ലാഹു തന്നത് കൃത്യമായിട്ട്. എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെയൊക്കെ. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമലുകളൊക്കെ തീർന്നില്ലേ എന്ന് വിചാരിച്ചാൽ മതി. അല്ല കേട്ടോ, മരിച്ചു കഴിഞ്ഞാലും മാ ഖദ്ദമു വആഥാറഹും, നിങ്ങൾ ചെയ്തു വെച്ചതും
ഫഅൽതും, ആരൊക്കെയാണോ നിങ്ങൾ ചെയ്തതിനെ പിൻപറ്റിയത് അതിൻ്റെയൊക്കെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, കൂലിയാണെങ്കിൽ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ രേഖപ്പെടുത്തും കേട്ടോ. മരിച്ചുമ്പോഴേക്ക് തീർന്നു വിചാരിക്കണ്ട. ആരൊക്കെ നന്മ ബാക്കി വെച്ച് പോയിക്കോ, അതൊക്കെ കിട്ടും. തിന്മ ബാക്കി വെച്ച് പോയാൽ അതിൻ്റെയൊക്കെ ശിക്ഷയും കിട്ടിക്കൊണ്ട് ഖബർക്ക് ഇങ്ങനെ. എൻ്റെ കാലം കഴിഞ്ഞല്ലോ, അല്ലല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു, അത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരെല്ലാം അതിനെ തുടർന്ന് എന്തെല്ലാം നമ്മൾ പറയുന്നോ കേൾക്കുന്നുവോ, സത്യമല്ലാത്തത്, ഹഖല്ലാത്തത്, അല്ലാഹുവിന് നമുക്ക് കുറ്റക്കാരാവും. അല്ലാഹു തആല നല്ല ബോധം നൽകുമാറാകട്ടെ. ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും അല്ലാഹു തആല നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇദാ മാതൽ അബ്ദു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്. മരിച്ചുപോയാൽ ഒരു മനുഷ്യന്റെ അമലുകൾ മുറിഞ്ഞുപോയി, എല്ലാം മുറിഞ്ഞു പോകും. 3 എണ്ണം ഒഴികെ: സദഖത്തിൻ ജാരിയ, ഇൽമിൻ യൻതഫഉ ബിഹി, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. 3 എണ്ണം അപ്പോഴും ബാക്കിയാണ്. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന 3 പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മളെല്ലാവരും. നമ്മൾ മരിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ബിസിനസ്സുകാർക്ക് മനസ്സിലാവും, നാട്ടിൽ പോയി താമസിച്ചാലും കിട്ടേണ്ട ലാഭം നാട്ടിലേക്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ റാഹത്താണത്. ഒരു പണിയെടുക്കാതെ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല, അവിടെ ഉറക്കിക്കുന്നില്ല, പോയി നോക്കുന്നില്ല, അക്കൗണ്ടിലേക്ക് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഖബറിലേക്ക് ഇത് കിട്ടണം. ദുനിയാവിലത്തെ കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും, റേറ്റ് കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും. ആഖിറത്തിലേത് കൂടുകയേ ഉള്ളൂ. അതാണ് 1-ന് 10, 70, 800, 1000 ഒക്കെയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടത് ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമാണ്, ഉപകാരപ്പെടുന്ന ഇൽമ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഷെയ്ഖ് ഹംസ യൂസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ ഇന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം അദ്ദേഹം പറയുന്ന ഒരു വിഷയം, ഒരു ഹദീസ് അദ്ദേഹം ഓതുകയുണ്ടായി. അന്ത്യനാളിനോടടുക്കുമ്പോൾ മനുഷ്യന്മാർ ഇൽമ് അന്വേഷിക്കാനും ഇൽമ് പഠിക്കാനും ആലിമീങ്ങളെ സമീപിക്കേണ്ടതിന് പകരം ഗൂഗിൾ ഷെയ്ഖിൻ്റെ അടുത്ത് പഠിച്ച ആളുകളാണ് ഇന്ന് ഫത്വ കൊടുക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി, മുസ്ലിം ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ തകർച്ച അതാണ്. ലാ യുഅ്ബഉ ബിഹിം, തീരെ ഇൻസിഗ്നിഫിക്കന്റ് പീപ്പിൾ, ദീനിന്റെ വിഷയത്തിൽ പരിഗണിക്കാൻ പോലും ആയിട്ടില്ല. അങ്ങനത്തെ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന കാലമാണ്. അങ്ങോട്ട് പറയാം, ഓരോരുത്തർക്കും ബുക്ക് തുടങ്ങിക്കൂടെ, പേജ് തുടങ്ങിക്കൂടെ. അങ്ങനെ മനുഷ്യൻ അറിവുള്ളതും ഇല്ലാത്തതും അറിഞ്ഞാൽ പോലും സ്വഹീഹായൊരു ഇൽമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും അഖ്തഅ വലൗ അസ്വാബ്, നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ പോലും നീ ചെയ്തത് തെറ്റാണ്. എപ്പോ? അത് നീ പഠിച്ചെടുക്കേണ്ട ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാതെ പറയുകയാണെങ്കിൽ. പറഞ്ഞ മസല ശരിയായിരിക്കും, ഹലാലോ ഹറാം, ഹലാൽ നീ പറഞ്ഞ് ശരിയായിരിക്കും, പക്ഷെ അത് പറയാൻ നിനക്ക് അതോറിറ്റി ഉണ്ടോ? ഇല്ല, പറയരുത്. അപ്പോൾ ഇൽമ പഠിക്കാൻ 20, 30, 40 കൊല്ലം ചെലവഴിച്ച് ഇൽമ പഠിച്ച ആലിമീങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കെ ഷെയ്ഖ് ഗൂഗിളിനോട് ചോദിക്കുന്ന കാലം, പെണ്ണുങ്ങൾ പറഞ്ഞു, ഏത് ഷെയ്ഖിനാണ് ഈ പറയണത്? ഒന്നുമില്ല, നമ്മൾ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാൻ ആണ്, നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു. വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ലല്ലോ. എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്? ഞാൻ നെറ്റിൽ കണ്ടു, നെറ്റിൽ പഠിച്ചു. നെറ്റാരാ? നിന്റെ ഉസ്താദാണോ? ഒരു തബറുക്ക് കിട്ടുമോ നിന്റെ ഉസ്താദിന്റെ അടുത്തുനിന്ന്? നെറ്റല്ല നമ്മുടെ ഉസ്താദ്. പണ്ഡിതന്മാരെന്ന് പഠിക്കണം, അവരെ ഇത് പറയാൻ പാടുള്ളൂ. അല്ലാത്ത ആ ഹദീസിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ചെറുപ്പക്കാർ, വിവരമില്ലാത്ത ചെറുപ്പക്കാർ ഫത്വ കൊടുക്കുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചെറുപ്പക്കാരനല്ല ഇപ്പൊ നെറ്റിൽ കയറിയിരിക്കുന്നത്, അങ്ങനെ കൊടുക്കുന്നതാണ്. ഹലാൽ ഹറാം, മറ്റുള്ള പറഞ്ഞ തെറ്റ്, ഈ പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞ ശരി, നീ പറഞ്ഞ തെറ്റ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നീ പറയല്ല, വെയിറ്റ് ചെയ്യ്, ആലിമീങ്ങൾ പറയട്ടെ, നീ കേട്ടാൽ മതി, നീ കമന്റ് ചെയ്യണ്ട. ഹക്ക് കാണാതെ പോയി പോകും. ആവേശത്തിൽ പറയുമ്പോൾ സത്യം കാണാതെ വരും. ആലിമീങ്ങളാണത് പറയേണ്ടത്, ഇൽമ പഠിച്ചവരാണ് പറയേണ്ടത്. ഇൽമ പഠിക്കാൻ വേണ്ടി ചെറുപ്പകാലം മുതൽ ഇൽമ പഠിക്കാൻ ഉലമാഇന്റെ കൂടെ നിന്ന് പഠിച്ചവർ. ഒരുപക്ഷെ നമ്മൾ വാദ കേട്ടിട്ടോ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്തിട്ടോ കുറെ ഇൽമ കിട്ടിയെന്ന് വരും. അതൊന്നും ഇസ്ലാമിൽ ഇൽമായി ഗണിക്കപ്പെടുന്നില്ല. എപ്പോ ഫത്വ കൊടുക്കാൻ പറ്റൂല. നീ മനസ്സിലാക്കി ജീവിച്ചോ, കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇൽമുദ്ദിറായ, ഹദീസുദ്ദിറായ എന്ന് പറയും. ഒരു ആലിമീങ്ങളുടെ അടുത്ത് പോയിട്ട് പഠിക്കാതെ ഏതെങ്കിലും ഒരാൾ ഹദീസ് മനഃപ്പാടമാക്കി ഹദീസ് നറേറ്റ് ചെയ്താൽ, ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഉലമാ പറയും ഇത് ദിറായത്തിന്റെ ഹദീസാണ്, എടുക്കാൻ പറ്റൂല.
ഹദീസ് പണ്ഡിതന്മാരുടെ ഒരു ചർച്ചയുണ്ടായ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ കയറിയിട്ട് എന്ത് ചെയ്യരുത്? അനാവശ്യമായ ഇടപെടലുകൾ ചെയ്യരുത്, ദയവ് ചെയ്യാം. ചെറുപ്പക്കാരെ പ്രത്യേകം മനസ്സിലാക്കുക, തെറ്റുപറ്റിയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പഴിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്തിലേക്ക് വഴി നടത്തട്ടെ. എന്തെങ്കിലും അഭിഷേകമോ ഗീബത്തോ നമീമത്തോ പറയുകയോ പറഞ്ഞു കഴിയുകയോ ചെയ്തിരുന്നവർക്ക്, പറയാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് നല്ല അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പോകണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് വആഥാറഹും, നമ്മളുടെ ഇൽമ് നാഫി ആവണം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വരുന്ന വിഷയമാണിത്, പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ കാലം. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമുകൾ അത് നമുക്ക് കിട്ടും. ഉപകാരപ്പെടുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ആ ഇൽമ് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത്, നമ്മുടെ ഈമാൻ കനപ്പെടാൻ നമ്മെ സഹായിച്ചിട്ടുള്ള ഇൽമ്, നമ്മളെ നന്നാവാൻ നമ്മെ സഹായിച്ചിട്ടുള്ള ഇൽമ്, ഇത് നാളെ ഖബറിലേക്ക് കിട്ടും. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഔ സ്വദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖ എന്ന് പറഞ്ഞാൽ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ്, പള്ളി ഇവിടെ ആവശ്യമുള്ള സ്ഥലത്ത് ഉണ്ടാക്കട്ടോ. ഒരേ ജുമാഅത്ത് പള്ളിന് തൊട്ട് മുമ്പിൽ ജുമാഅത്ത് പള്ളി ഉണ്ടാക്കല്ലേ, ഇതിന് കുറ്റം കിട്ടും, അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ കിട്ടും. ആവശ്യമുള്ളിടത്ത്, അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ, ജുമാക്ക് ആൾക്ക് കൂടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ, സ്ഥലമില്ലാത്ത പ്രയാസമുള്ള സ്ഥലങ്ങൾ വരും, പള്ളി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, വേറൊരു പള്ളി തൊട്ടടുത്ത് എടുക്കേണ്ടി വരും. അത് സംഘടനയ്ക്ക് വേണ്ടി എടുക്കല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യും. പള്ളിയല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത വിഷയമാണ്. സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ, അത് ഫിത്നക്ക് കൊടുക്കല്ലേ. കാലങ്ങളോളം മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും സ്വദഖ ചെയ്താൽ, ഒരു പള്ളിയുടെ നിർമ്മാണത്തിലേക്കോ ഒരു ദീനി സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്കോ ഒരു പൊതുവായ വഴി ഉണ്ടാക്കാനോ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കിണർ കുഴിച്ചു കൊടുത്തതോ, കാലങ്ങളോളം മരിച്ചതിന്റെ ശേഷം നിലനിൽക്കുന്ന സ്വദഖകൾ നമ്മുടെ IT മേഖലയിലേക്ക് കടന്നാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ബാക്കി വെച്ച് നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാലം മനുഷ്യന് നിലനിൽക്കാൻ പറ്റും. ഇതൊക്കെ ഖബറിലേക്ക് കിട്ടും. സ്വദഖ ചെയ്യുക, ദാനം ചെയ്യുക. പെട്ടെന്ന് തീർന്നു പോകുന്നപ്പോൾ 10 രൂപ ഒരാൾ കൊടുത്തു, അയാൾ ചായ കുടിച്ചാൽ തീർന്നില്ലേ? അതല്ല, അയാൾക്ക് 10 രൂപ കിട്ടാനുള്ളൊരു വഴി നമ്മൾ ആക്കി കൊടുത്തു. അത് കുറേ കാലം നിലനിൽക്കുന്ന സ്വദഖയാണ്. അത് എത്ര സെക്കൻഡുകൾ നിലനിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ കൂലി അതത് സെക്കൻഡുകൾ വന്നുകൊണ്ടിരിക്കും. അല്ലാത്ത നമ്മൾ കൊടുത്താൽ തീർന്നു. സ്വദഖ ജാരിയ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സ്വദഖ, ലോങ് ടൈം ബെനിഫിറ്റ് ഉള്ള സ്വദഖകൾ, അത് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും പള്ളി നിർമ്മാണമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വേഗം അറബികളെ തിരഞ്ഞ് ഓടണ്ട. അറബികളെക്കാണ്ട് വലിയ മലയാളിമാരൊക്കെ മലയാളികൾ തന്നെ ഉണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവന വേണമെന്ന് പറഞ്ഞാൽ ഉടനായിരിക്കും അള്ളാഹത്തെ പോകും. നമ്മൾ യൂസുഫ് സാഹിബിൻ്റെ അടുത്തേക്ക് പോയി നോക്കുക, അതിനിപ്പോൾ ആരെ പറ്റുക, അല്ലെങ്കിൽ മുസാജിൻ്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഓരോ നമ്മൾ പ്രധാനപ്പെട്ട ദീനിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ അവരെ തന്നെ സ്ഥിരം ചെന്ന് കണ്ടിട്ട് അവരടങ്ങാറാക്കും. അതിനേക്കാളക്കാലം 1-ാം നമ്പർ മുതലാളിമാർ മിണ്ടാതിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ കൂട്ടത്തിലൊക്കെ. ഞാൻ പറഞ്ഞു പോയ വല്ലതും കൊടുക്കേണ്ടി വരുന്നത് അല്ലല്ല, നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഖബറിലേക്കാണ്. സ്വദഖത്തിൻ ജാരിയ നമ്മളായിട്ട് ചെയ്യുക. ആ പള്ളിയിലെ ഒരു മുസല്ല നമ്മുടെ വകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു 10 സ്ക്വയർ ഫീറ്റ് ടൈൽസ് എൻ്റെ വക, അവിടെ സുജൂദ് നടക്കുന്ന കാലത്തോളം നമ്മുടെ ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ആ പള്ളിയിൽ എന്തെല്ലാം നന്മ നടക്കുന്നു അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പള്ളി മുഴുവൻ ഉണ്ടാക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ജുസു കൊടുക്കുക. പള്ളിയിലേക്ക് ഒരു 10 ചാക്ക് സിമെന്റ് കൊടുക്കുക. അൽഹംദുലില്ലാ. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, അവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെയർ ഒഴിവുണ്ട്, അവിടെ ബാക്കിൽ നിൽക്കുന്നവർക്ക്. അൽഹംദുലില്ലാ. മജ്ലിസുൽ ഇൽമ് എന്നല്ല പറയാം, ഇൽമ് ഇരുന്ന് കേൾക്കണം എന്നാണ്. അപ്പോൾ അതിനാണ് മജ്ലിസ് എന്ന് പറയാൻ കാരണം. ഇരുന്ന് കേൾക്കുക. ജുലൂസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ല, ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുക, ഇരുന്ന് കേൾക്കണം എന്ന്. അപ്പോഴാണത് അതിൻ്റെ ബർക്കത്തിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സൗകര്യം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പോ മരണത്തിന് ശേഷം പോലും മാ ഖദ്ദമു വആഥാറഹും, നിങ്ങൾ ചെയ്തതും ആരൊക്കെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടോ അതും നിങ്ങൾക്ക് കിട്ടും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. മാ ഖദ്ദമു വആഥാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. നിങ്ങൾ എഴുതുന്നതും പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഞാൻ എൻ്റെ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലു പറയാം, നാളെ നമ്മുടെ കയ്യിലേക്കാണ് തരും. നമ്മൾ തന്നെ അന്തം വിട്ടു, പടച്ച റബ്ബേ ഇതൊക്കെ പാടാൻ ഞാൻ എഴുതിണ്ടാക്കിയതായിരുന്നോ? ഇതെല്ലാം ഞാൻ പറഞ്ഞതായിരുന്നോ? ഇതെല്ലാം നമ്മൾ ചെയ്തതായിരുന്നോ? ഇതെല്ലാം ഞാൻ കേട്ടതായിരുന്നുവോ? സ്വദഖത്തിൻ ജാരിയ ചെയ്തിട്ട് നന്മ കിട്ടി. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു,
മാതാവിന് വേണ്ടിയോ പിതാവിന് വേണ്ടിയോ ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ, അതിന് ആൺകുട്ടി എന്നർത്ഥല്ല. വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും അറബ് ഭാഷയിൽ. പിന്നെ ബിൻച്ച് എന്ന് ഇപ്പുറത്ത് പറഞ്ഞാൽ ഇത് ആൺകുട്ടിയാന്ന് ഉറപ്പായി. അല്ല, വലത് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും പറയുന്ന പ്രയോഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. നമ്മൾ കുട്ടി ഉണ്ടാവേണ്ടത് നാട്ടുകാരുടെ വായ മൂടി കെട്ടാനാണ്, ചോദിച്ചിട്ട് ഇടങ്ങാറാക്കുകയാണ് അല്ലേ. എന്താ ആർക്കാപ്പോൾ കുഴപ്പമെന്ന് ആരെ ഈ ചോദിക്കുന്ന ആള്? ഞാൻ അതാ ആലോചിച്ച് ചോദിക്കണത്. ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരാൻ പറ്റുന്ന ആളാണോ ഈ ചോദിക്കുന്നത്? ആർക്കാ കുഴപ്പമെന്ന്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ വിചാരം അവരുടെ കഴിവുകൊണ്ടാണ് ഇപ്പൊ കുട്ടി ഉണ്ടായതെന്നാണ് വിചാരം ചോദിക്കുന്നവരുടെ. എത്രയോ പാവപ്പെട്ട ആൾക്കാർ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം കേട്ടാൽ അന്നൊരു ചോദിക്കാൻ തന്നെ കഴിയില്ല. റബ്ബേ, എന്താണിപ്പോൾ ചോദിച്ച ചോദ്യം? എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ട് കുഞ്ഞായില്ലല്ലോ റബ്ബേ. പരിഹാസത്തിന് വിധേയമാവുകയാണല്ലോ എന്ന് ആലോചിച്ചു പോകും. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരണം, നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. വലദിൻ സ്വാലിഹിൻ, അത് മക്കളെന്ന് ചോദിക്കരുത്, സ്വാലിഹായ കുട്ടിയെ തരണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. യദ്ഉല, പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. നോക്കണം ഹദീസിന്റെ പ്രയോഗം. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, വാപ്പാന്റെ അമലേറ്റ് പോട്ടെ അല്ലേ. ശരീരത്തിന് അവർ ചെയ്തതല്ലാതെ മറ്റൊന്നും കിട്ടൂല. അതാണ് ഇപ്പൊ പറഞ്ഞിടത്ത് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആരിക്കുന്ന മക്കൾ. സ്വാലിഹായ മകൻ എന്ന് പറഞ്ഞ് നിർത്തിയോ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്ന മക്കള്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്ന മക്കള്. അവരുടെ ഖബറടത്ത് ചെന്ന് സിയാറത്ത് ചെയ്ത് എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കല്ലാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കള്. പെൺകുട്ടികളാണ്, സിയാറത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പൊരയിന്ന് ദുആരക്ക ഓരോ ദിവസവും എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കല്ലാ, എൻ്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയാണ്, എൻ്റെ അനിയത്തിയെ ഉമ്മ വളർത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അതേപോലെ എന്നെ വളർത്താൻ കൊണ്ട് അല്ലാഹ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്രായത്തിൽ ഞങ്ങളോട് റഹ്മത്ത് ചെയ്ത പോലെ എൻ്റെ ഉമ്മായോട് വാപ്പയോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇത് ദുആ ചെയ്യുന്ന മക്കൾ. അതൊരൊറ്റ വാക്കാണ്. ആ ഒരു ദുആ ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കൾ ഉയർന്നു വരണമെങ്കിൽ എത്ര വരെ പഠിപ്പിക്കണം, എത്ര അവർക്ക് തൗഫീഖ് വേണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അങ്ങനത്തെ മക്കൾ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ, അവർ മരണപ്പെടുന്നത് വരെ ആ മക്കൾ ജീവിച്ചിരിക്കൽ പിതാവ് ചെയ്ത സൽക്കർമ്മമാണ്. പിതാവ് ചെയ്ത സൽക്കർമ്മമാണ്. അവർ ചെയ്യുന്ന പ്രതിഫലം, അവർ ചെയ്യുന്ന നന്മയുടെ കൂലി ഈ പിതാവിന് കിട്ടിക്കൊണ്ടിരിക്കും, ഉമ്മാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ കൊതിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ മാതാപിതാക്കൾ ദുആ ചെയ്യുന്ന മക്കളാക്കി തരട്ടെ. ജാരിയായ സ്വതക്ക ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു ഉപകാരപ്പെടുന്ന ഇൽമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതങ്ങ് ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ നമ്മൾ നിർത്താനായിട്ടുണ്ട്. ഏകദേശം സമയമായി അല്ലേ? 10:10 ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ അരികത്തേക്ക് മദീനയിലെ ഒരു കുടുംബം മാറി താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ്. ബനൂ സലമ ഗോത്രക്കാർ. ബനൂ സലമ ഗോത്രക്കാർ മസ്ജിദ് നബവിയുടെ അരികത്ത് കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവർ ഉദ്ദേശിച്ചു, നബിയെ, ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, പള്ളിയിലേക്ക് നടന്നു വരാൻ ഒരുപാട് സമയമെടുക്കും, എന്നാൽ പിന്നെ പള്ളിൻ്റെ അടുത്തായിക്കോട്ടെ, പോരാ. അങ്ങനെ ഈ പോരാ എന്ന് പറയുന്നത് കാസർഗോഡ് ഭാഷയാണല്ലേ. ഞാൻ അറിയാതെ കാസർഗോഡ് ഭാഷ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. മലപ്പുറം ഭാഷയൊക്കെ, മലപ്പുറം ഭാഷ പച്ചയിന് പറഞ്ഞ ഞങ്ങൾ കേൾക്കാതിരിക്കൂല. വീട് അല്ലേ, ആ പുരയും വീടും ഒക്കെ ഒന്ന് തന്നെ. നമ്മളൊക്കെ ഒരേ മുസ്ലിമീങ്ങളല്ലേ, ഏത് ജില്ലയായാലും നാടായാലും. എന്താ അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ ഇൽമ് ദീന് കൊണ്ടും ഈമാന് കൊണ്ടും ഒരുമിച്ച് കൂട്ടിയില്ലേ. നമ്മൾ ഏതെല്ലാം രാജ്യക്കാരും ഏതെല്ലാം നാട്ടിൽ ജനിച്ചവരും വളർന്നവരൊക്കെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റൂമിൽ നമുക്ക് ഒരുമിച്ച് കാണാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. ഇതൊരു വലിയ ബന്ധങ്ങൾ, പരസ്പരം പരിചയപ്പെടണം എല്ലാവരും. നിങ്ങളെല്ലാവരും സലാം പറഞ്ഞ് നിങ്ങളോട് എല്ലാവരും വർത്താനം ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ നാളത്തെ ജോലി ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സാധിക്കാത്തത്. നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാറാണ്. പക്ഷേ നിങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെടണം. അടുത്തിരിക്കുന്ന ആൾ ആരാന്ന് അറിയണം. അടുത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തുള്ളവരൊക്കെ ഇതൊരു ബന്ധമാണ്, ഭയങ്കര ബന്ധമാണ്. ദീനിൻ്റെ പേരിലെ ബന്ധമല്ലേ. ഈ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം.
അത് സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടും. പരലോകത്തേക്ക് എത്തിയാൽ ഒന്നുമല്ല, ഇസ്ലാം സെൻ്ററിലെ കണ്ട് പരിചയമുള്ള മുഖാനുള്ള റബ്ബേ, അള്ളാഹുവെ ഇവരെ വിട്ടേക്കിൻ, ഞാൻ അറിയുന്ന ആളാണെന്ന് പറഞ്ഞ് ഒരാൾ ഷഫാഅത്ത് ചെയ്താൽ രക്ഷപ്പെടും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടും കൂടെ പറയാണ്, മഹ്ശറയിലേക്ക് കണ്ടാലേ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അള്ളാഹു നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന അതിൻ്റെയൊക്കെ അപ്പുറത്ത ഷഫാഅത്തുൽ ഉദ്മ റസൂലുള്ളാഹി നിങ്ങളുടെ ഷഫാഅത്ത് നടക്കുന്നത്. മുഅ്മിനീങ്ങൾ തന്നെ ഷഫാഅത്ത് ചെയ്യുന്നതാണ്. പരിചയമുള്ളവരെ അത് കുടുങ്ങിക്കണില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു പോകരുതേ എന്നാരോ മുഅ്മിനീങ്ങളെ. സീരിയസ് ആയിട്ട് പറയാണ്. നമ്മൾ ഇതൊക്കെ ബന്ധങ്ങൾ ഗൾഫിൽ പോകുന്നുണ്ട്, വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളുണ്ടാവും. നാട്ടിൽ ഇത്ര സുഹൃത്തുക്കൾ കിട്ടും നമുക്ക്? ഇല്ലല്ല. നാട്ടിൽ പോയാൽ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇത്രയും നല്ല മനസ്സുള്ള സുഹൃത്തുക്കൾ ഗൾഫിലേ കിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല, വേറെന്താ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ നല്ല മനുഷ്യന്മാരാണ്. ഇനി നമ്മൾ കാണുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണോ? അല്ലാഹു അലം. വളരെ നല്ല ആൾക്കാരാണ്, നല്ല സൗഹൃദ ബന്ധങ്ങൾ. എത്രയോ കാലം സംസ്ഥാനത്തിൻ്റെ രണ്ടറ്റത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ പോയാൽ ഒരു മാസത്തെ ലീവിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. സമയമില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. യാ അല്ലാഹ്, ഇതൊക്കെ ഒരു വലിയ ബന്ധമാണ്, പരലോകത്തേക്ക് ഉപകാരപ്പെടും. അള്ളാഹു ഈ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലെത്തുന്നത് വരെ അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. സ്വർഗത്തിലും അതിനപ്പുറത്തും അള്ളാഹുവിൻ്റെ അനശ്വരമായ ആ സ്വർഗ്ഗലോകത്തിൻ്റെ അനുഭൂതിയിൽ അവിടെയൊക്കെ ഒരുമിച്ച് ചേരാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഈ സെൻറ്ററിൽ ഒരുപാട് പ്രഭാഷകരും വാദ് പറയുന്ന ആൾക്കാരും സാധുമാരും കേട്ടവരും ഇതിൻ്റെ പ്രവർത്തകരും കമ്മിറ്റിക്കാരും ഒക്കെ അവിടെ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കാൻ പോവാൻ. വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും. മാ ഖദ്ദമു വആസാറഹും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാ അപ്പോൾ അള്ളാഹ്ക്ക് ഇത് രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പടച്ചോന് അത് അറിയാവുന്ന വിഷയമല്ലേ, എന്തിനാ അള്ളാഹു രേഖപ്പെടുത്തുന്നത്? ഒന്നുമില്ല. നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതിന് രേഖ വേണ്ടി വരും അല്ലേ? ഒരു രേഖ അള്ളാഹു തആല നാളെ നമ്മൾ ചെയ്ത സർവ്വ അമലുകളുടെയും രേഖ അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് തരും. ഇഖ്റ കിതാബക്, റീഡ് യുവർ ബുക്ക്. നിന്റെ ശരീരത്തോട് വിധി പറയാൻ നിനക്ക് തന്നെ കഴിയുമല്ലോ. ഞാൻ സ്വർഗത്തേക്ക് പോകണോ നരകത്തേക്ക് പോകണോ, വായിച്ചു നോക്ക്, നീ ചെയ്തതിൻ്റെതൊക്കെയല്ലേ. ഇത് നമുക്ക് കാണിച്ചു തരാൻ അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞതാ മലക്കുകളോട്. അള്ളാഹു നീ സ്വർഗത്തേക്ക് നരക എന്താ പടച്ചോൻ എന്നെ അങ്ങനെ ചെയ്യുന്നു? ബേജാറാവണ്ട. ഓർമ്മണ്ടോ, ഈ ചെയ്തതൊക്കെയാണ് ഈ കാണുന്നത്. 15 വയസ്സ് മുതൽ നിന്റെ 14 വയസ്സ് മുതൽ നീ ചെയ്തു കൂട്ടിയ നന്മകൾ, നീ ചെയ്ത തിന്മകൾ നോക്ക്, എവിടെയൊക്കെ ഏതാ കൂടുതൽ നീ തീരുമാനിക്കും. ഞാൻ നിന്നെ ദുൽമു ചെയ്തോ? വലാ യദ്ലിമു റബ്ബുക അഹദാ, അല്ലാഹു ആരെയും ആക്രമിക്കൂല, നിങ്ങൾ അർഹിക്കുന്നതാ ഞാൻ തരുന്നത് എന്ന് അല്ലാഹു പറയാനാ വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ ഇൽമിനല്ല, നമ്മെ ബോധ്യപ്പെടുത്താൻ. മനുഷ്യനല്ലേ നിഷേധിച്ചത് വരും, അതുകൊണ്ടാണ്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ആധാർ എന്ന് പറഞ്ഞാൽ കാലിന്റെ ട്രേസസ് ഓഫ് ഫീറ്റ്, കാലിന്റെ ഈ കാൽപാടുകൾക്കാണ് ആധാർ എന്ന അറബിയിൽ പറയാം. അസർ, കാലിന്റെ ഒരു കാൽപ്പാട് നടന്നുപോയ അടയാളം. ബനൂ സലമ ഗോത്രം മദീനത്തെ പള്ളിയുടെ അരികത്തേക്ക് വീട് മാറാൻ ഉദ്ദേശിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബലഗനി ഇന്നഹു ബലഗനി അന്നകും തുരീദൂൻ അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്. ബനൂ സലമ ഗോത്രമേ, നിങ്ങൾ എൻ്റെ പള്ളിയുടെ അരികത്തേക്ക് വീട് മാറാൻ തീരുമാനിച്ചു എന്ന വിവരം ഞാൻ കേട്ടു. ശരിയാണോ? നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക്, ഞങ്ങൾക്ക് അതിന് ഉദ്ദേശമുണ്ട് നബിയേ. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ബനീ സലമ, അല്ലയോ ബനൂ സലമ, ദിയാറുക്കും തുക്തബു ആഥാറുക്കും ദിയാറക്കും തുക്തബു ആഥാറുക്കും. ഇമാം മുസ്ലിം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദിയാറക്കും, നിങ്ങളുടെ പോര അവിടെ തന്നെ നിന്നോട്ടെ. തുക്തബു ആഥാറുക്കും, നിങ്ങൾ നടന്നു വരുന്ന ഓരോ കാൽവെപ്പിനും കൂലിയുണ്ട്. പള്ളിയിലേക്ക് ദൂരം നടക്കുമ്പോൾ അതിന് കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് കാൽപ്പാടിന്റെ കൂലി നിങ്ങൾക്ക് വർദ്ധിക്കാൻ വീട് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്ക് ദൂരമാകുമ്പോൾ നമുക്ക് നടക്കാൻ മടി വരും, അത് ഇബിലീസാണ്. ഒരു 2 അടി ഏറെ നടന്നാൽ ആ ഓരോ ഖുതുവത്തിനും കാൽപ്പാടുകൾക്ക് അല്ലാഹു കൂലി തരുന്ന. അതുകൊണ്ട് നിങ്ങളുടെ കാൽപ്പാടുകൾ ദിയാറക്കും
തുക്തബു ആസാറുക്കും, നിങ്ങളുടെ പുരകൾ അവിടെ തന്നെ നിന്നോട്ടെ, വീടുകൾ അവിടെ തന്നെ ആവട്ടെ, നിങ്ങളുടെ കാലടികൾ അല്ലാഹു തആല നന്മയായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാലടി വെച്ചിട്ട് എത്തുന്നതിനേക്കാളും കൂടുതൽ കുറെ ദൂരം നടന്ന് എത്തലല്ലേ, അത് നിങ്ങൾക്ക് അത്രയും കൂലി വർദ്ധിക്കും. ഇതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അവര് നടന്നു പോയതാണ്, നടന്നു പോയപ്പോൾ പിറകിലുള്ള സംഗതിയാണ് കാൽപ്പാടുകൾ. അതൊക്കെ എണ്ണി നോക്കി അതിന് കൃത്യമായ പ്രതിഫലം അല്ലാഹു തരുന്നു. നിങ്ങൾ ചെയ്യുന്ന പള്ളിയിലേക്ക് വരലാണ്, പക്ഷേ നിങ്ങളുടെ പിറകിൽ നിങ്ങൾ ബാക്കി വെച്ച നന്മകൾ, അതിനും കൂലിയുണ്ട്. അതുകൊണ്ടാണ് ഉലമാ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന 3 നന്മകൾ പറയുന്ന ഹദീസുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. മരണത്തിന് ശേഷം നമ്മൾ ചെയ്തു കൂട്ടിയ നന്മ ആരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി കിട്ടും. ആരെല്ലാം തിന്മയാണെങ്കിൽ ആ തിന്മ ആരെല്ലാം പിൻപറ്റുന്നുണ്ടോ അതിൻ്റെയൊക്കെ ശിക്ഷയും അവർക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു ശരീരത്തെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ, കൊലപാതകം അല്ലാഹുവിന്റെ അടുത്ത് ഭയങ്കര ഗുരുതരമായ തെറ്റല്ലേ? കൊലപാതകം നടന്നാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാരിൽ ആരാണോ കൊലപാതകം തുടങ്ങി വെച്ചത്, അയാൾക്ക് ലോകത്ത് നടക്കുന്ന കൊലപാതകത്തിന്റെ ഒരു ശിക്ഷ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖാബീൽ എന്ന പേര്, ഖൈൻ എന്നാണ് ഇംഗ്ലീഷിലൊക്കെ പറയാം. ഏബൽ ആൻഡ് കെയ്ൻ, ഹാബീലും ഖാബീലും. ഖാബീലിന് എല്ലാ കൊലപാതകത്തിന്റെ ഒരു എന്തേ കാരണം എന്നറിയോ? ഫഇന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, കൊലപാതകം തുടങ്ങി വെച്ചത് ഖാബീലായിരുന്നു. തുടങ്ങി വെച്ചില്ലേ, പിന്നെ അത് കൂപ്പിടിച്ചതല്ലേ ബാക്കിയുള്ളവരൊക്കെ. അതിന്റെ ശിക്ഷ ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നമ്മൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും പറയുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും ഹക്ക് നമ്മൾ പറയാം. അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല. നന്മ പറയണം, നന്മ ലോകത്തെത്തണം, ആളുകൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, നന്നാവണം. നമ്മൾ അത്രയേ ഉദ്ദേശിക്കാവൂ. നന്മ പറയാം. ഒരു നന്മ, ഇപ്പോൾ ഇന്ന് ഒരുപാട് കൂലി കിട്ടുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയകളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മാഷാ അല്ലാഹ് ഭയങ്കര കൂലിയാണ്. എനിക്കെൻ്റെ ജോലി തിരക്കൊണ്ടായിക്കൊന്ന് കയറാൻ ഒരു അക്കൗണ്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ ഒരുപാട് ആളുകൾ അതിൽ വലിയ മുതലാളിമാരായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് നന്മകൾ, ഒരുപാട് നന്മയുടെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ദീൻ പഠിക്കാനും എൽമ പഠിക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അല്ലാഹു അവസരം തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ്സിന് തന്നെ വരാൻ പറ്റണമെന്നില്ല. നമ്മൾ മോമുഞ്ഞൊക്കെ അത് അയച്ചു കൊടുക്കണം. ക്ലാസ് കഴിഞ്ഞു, ഒരുപാട് ആൾക്കാർ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അല്ലേ? അപ്പോൾ നന്മകൾ ഷെയർ ചെയ്യുക. എന്ത് ചെയ്യരുത്? ഫിത്നയും ഫസാദൊന്നും ഉണ്ടാക്കരുത്. ഫിത്നയും ഫസാദ് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഭയങ്കര ഹർബൊക്കെ യുദ്ധം നടക്കുന്ന ലോകമാണത്. നമ്മളൊന്നും അറിയണില്ല. ഈ റോട്ടിൽ ഇറങ്ങിയാലേ അവിടെ നടക്കണ യുദ്ധം എനിക്കൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഏതായാലും അല്ലാഹു തആല നമ്മുടെ ആസാറുകളൊക്കെ എഴുതി വെച്ചാലേ നല്ല ആസാറായി വരണം. അതിൽ പരിശ്രമിച്ചോളി. അല്ലാഹു തആല നല്ലതാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവേശിക്കുക. ഇവിടെ ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം ഇംഗ്ലീഷിൽ ക്ലാസ് ഉണ്ട്. ആ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞുകൊണ്ട് പറയാണ്. നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാർ എന്താണ് കാര്യമായിട്ട് നിങ്ങളേതായാലും വരുന്നില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞയക്കി. ഉസ്താദ് ഇവിടെ വേല പറയുന്നുണ്ട് 1 മണിക്കൂർ മഗ്‌രിബിൻ്റെ ശേഷം കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഹാൾ ഇതിന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് മലയാളികളല്ലാത്തവർ വരണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്തെന്നൂടെ? ഇയാൾ പറയുന്ന ഉസ്താദ് തന്നെ ആൾക്കാരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് നിങ്ങൾ സഹകരിച്ച് തരും ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോൾ ഒരു കൊല്ലത്തോളം അതിലിപ്പോൾ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ആകാൻ തുടങ്ങി അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വിഷയത്തിലേക്ക് ആൾക്കാരെ അറിയിക്കുക. ശനിയാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇന്നൊരു 7:50-55 തുടങ്ങി 8:15 നിർത്തുന്നുണ്ട്. 8:10 ആകുമ്പോഴേക്ക് നിർത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നിങ്ങൾ അറിയിക്കുക. നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഒന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററാണ് ഇത്, കേരള ഇസ്ലാമിക് സെൻ്റർ അല്ലല്ലോ. 6:55 സോറി 6:55 നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു വൈഡർ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഡൽഹിക്കാരോ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ഉറുദുവിൽ വേണമെങ്കിൽ ഉറുദുവിൽ പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ നടക്കുന്ന ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചൊരു മൾട്ടി നാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ലത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് മലേഷ്യക്കാരും ഇവരൊക്കെ ഉണ്ട് ഇതിന്. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ ആൾക്കാരെ എത്തിക്കുക. ഒരു വലിയ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരോ മലയാളം അറിയാത്തവരൊക്കെ ഒന്ന് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. നമ്മൾ തന്നെ സ്വർഗ്ഗത്ത് പോയാൽ മതിയോ? എല്ലാവരും കൂട്ടണ്ടേ?
ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. മഗ്‌രിബിൻ്റെ ശനിയാഴ്ച തന്നെ ഇശാ വരെ അതാണ്. അപ്പോൾ ആ വിഷയം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتبلغنا بها عندك على الدرجات. اللهم صل على سيدنا محمد خاتم لما سبق والفاتح لما أغلق وناصر الحق بالحق والهادي إلى صراطك المستقيم. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലിരിക്കുന്ന ചെറിയവരും വലിയവരും പ്രായമുള്ളവരും പെണ്ണുങ്ങളും കുട്ടികളും അല്ലാഹുവേ കുടുംബങ്ങളും ഓൺലൈനായിട്ട് ഞങ്ങളുടെ കൂടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോ സഹോദരിമാരോ യാ അല്ലാഹ്, ഞങ്ങൾ ഓരോരുത്തരെയും റൗളത്തും മിൻ റിയാദുൽ ജന്ന സ്വർഗ്ഗത്തിൻ്റെ പൂങ്കാവനത്തിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന കൂലി ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. മജ്ലിസിനെ നീ ഖബൂലാക്കണേ റബ്ബേ. ദുആഇന് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തരണേ റബ്ബേ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സദസ്സാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കരിച്ചു കളയപ്പെടുകയും ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സദസ്സാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ദുആകളൊക്കെ സ്വീകരിച്ച് ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ. ഇവിടെ പറഞ്ഞവരും നേരിട്ട് പറഞ്ഞവരും അറിയാത്തവരും ഇനി പറഞ്ഞിട്ടില്ലാത്തവരുമായ ആളുകളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ സലാമത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹു ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾ ആരെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം ഗീബത്തും നമീമത്തും പറയുന്നുണ്ടോ അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം എന്തെല്ലാം രീതിയിൽ ഞങ്ങൾ ഗീബത്തോ നമീമത്തോ പറയുന്നുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സൽബുദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു ഫിത്നയും ഫസാദും വരാതെ നീ കാക്കണേ തമ്പുരാനെ. ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാനോട് കൂടെ മരിക്കാൻ ഒരു ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദ് ഒരുപോലെ ഒരുപാട് മഹത്തുക്കളൊക്കെ മരിച്ചുപോയ മാസമാണ്. അല്ലാഹുവേ, ചൈദ്രൂസ് ഉസ്താദ് അവരുടെ എല്ലാം സമസ്തയുടെ ഒരുപാട് ആലിമീങ്ങൾ അല്ലാഹു അവരെല്ലാം ഖബറിനെ നീ സ്വർഗ്ഗത്തൊപ്പാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഹദിയ ചെയ്യുകയാണ് തമ്പുരാനെ. ഇലാ ഹദറത്ത് റൂഹി നബീന സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل نعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله ഞങ്ങളെ ചൊല്ലിയതും ഈ ഖിറാഅത്ത് اللهم اجعله فداء وفكاكا لنا ولهم من النار. റബ്ബേ, നരകത്തിന് കാവലാക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്ക് ഇതുകൊണ്ട് കാവൽ തരണേ അല്ലാഹ്. ഈ ചൊല്ലിയ ഫാത്തിഹ ഇഖ്ലാസും മുഅവ്വിദത്തിന്റെയും കൂലി ഞങ്ങൾക്ക് തരുന്നതിന്റെ മിസ്ല സവാബ് അതുപോലത്തെ കൂലി ഞങ്ങൾ ആർക്കെല്ലാം ഇവിടെ ഹദിയ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും, ഞങ്ങളുടെ വല്യമ്മമാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, അല്ലാഹു ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിലേക്ക് എത്തിച്ച് അല്ലാഹു ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. നാളെ ഞങ്ങൾ വന്ന് കിടക്കുന്ന ആ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഇന്ന നഹ്നു നുഹ്യിൽ മൗത, ഞങ്ങളൊക്കെ നീ ജീവിപ്പിക്കാൻ പോകുന്നുണ്ട് റബ്ബേ. നാളത്തെ മഹ്ശറയും നാളത്തെ വിചാരണയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. നാളെ നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. നീ സ്വർഗം തരണേ റബ്ബേ. നിന്റെ ലിഖാ തരണേ പടച്ചവനെ. നിന്നെ കണ്ട് കൺകുളിർമ കൊള്ളാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ആ ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സദസ്യരുള്ള ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും ഞങ്ങളുമായി ബന്ധമുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണം
കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.